വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൗജന്യ വെബിനാറിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികളെ, സൈക്കോ തെറാപ്പികളെ പരിചയപ്പെടുക, പഠിക്കുക. അത് നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സൗജന്യ സീരീസ് തന്നെ ആരംഭിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ കുറേ വെള്ളിയാഴ്ചകളിൽ ഒത്തിരി തെറാപ്പികൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച നരേറ്റീവ് തെറാപ്പി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് തൊട്ട് മുമ്പ് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനു മുമ്പ് ബിഹേവിയറൽ കപ്പിൾസ് തെറാപ്പി നോക്കി, പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ തെറാപ്പി നോക്കി. ഇങ്ങനെ കമ്പാഷൻ ഫോക്കസ്ഡ് തെറാപ്പി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നമ്മൾ പഠിക്കുക, അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജസ്റ്റാൾട്ട് തെറാപ്പിയാണ്. അതും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ ഒരു ബേസ്, എന്തായാലും എന്ത് നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ ബേസ് നിർബന്ധമാണല്ലോ. അപ്പൊ ആ നിലക്ക് തന്നെ ബേസിൽ നിന്ന് തുടങ്ങി നമുക്ക് എത്രത്തോളം അത് പറയാൻ പറ്റുമോ ഒരു 1 അവറിനുള്ളിൽ നമുക്ക് അത് സാർ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വ്യത്യസ്ത സൈക്കോ തെറാപ്പികൾ മാത്രമല്ല, അതല്ലാതെ തന്നെ പാരന്റിങ്ങും അതേപോലെ തന്നെ സൈക്കോളജി റിലേറ്റഡ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ടും ഒക്കെ വ്യത്യസ്ത വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും കൂടുതൽ അറിവുകൾ സമാഹരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നാളെ ഇതേ സമയത്ത് 7 മണിക്ക്, നാളെ 8:30 മണിക്കാണ്, നാളെ ശനിയാഴ്ച 8:30 മണിക്ക് സെക്ഷുവൽ നാർസിസം ഇൻ NPD എന്നുള്ള ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മളുടെ ഡിസ്കഷൻ ഉണ്ടാവുക. അതേപോലെ തന്നെ തിങ്കളാഴ്ച നമുക്ക് ഹൗ ടു ഇംപ്രൂവ് കൗൺസിലിംഗ് ആൻഡ് തെറാപ്പി സ്കിൽസ് എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തിങ്കളാഴ്ച 8:30 മണിക്ക് നമുക്കൊരു സെഷൻ ഉണ്ടാകും. അപ്പൊ അതിലേക്കൊക്കെ നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാബ് അഹമ്മദ് കുട്ടി സാറാണ്. വെമ്പിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്കും അതേപോലെ തന്നെ മറ്റു ട്രെയിനിങ്ങുകൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത് നിസാബ് സാറാണ്. നമ്മുടെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ് CBTയുടെ നമ്മുടെ 11th ബാച്ച് നമ്മൾ ഫെബ്രുവരി മുതൽ ആരംഭിക്കുകയാണ്. 10th ബാച്ച് നമ്മൾ അടുത്ത ദിവസം സൺഡേ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത് നിസാബ് സാറാണ്. അതേപോലെ തന്നെ കൗൺസിലിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വെമ്പിൾ അക്കാദമിയിൽ നിസാബ് സാറ് ചെയ്യുന്നു. കാലിക്കറ്റ് സ്വദേശിയാണ്, ഇപ്പോൾ അബുദാബിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഏറെക്കുറെ ആളുകൾക്കും നിസാബ് സാറിനെ പരിചയം ഉണ്ടാകും. അപ്പൊ സാറാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പൊ സാറിനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും ഈ ഒരു തെറാപ്പിയെ കുറിച്ച് പഠിക്കാനും, നമ്മുടെ ഈ ഒരു തെറാപ്പി മാത്രമല്ല സ്ഥിരമായിട്ട് നമ്മുടെ റിയാസ് സാറൊക്കെ നമ്മുടെ എല്ലാ വെബിനാറുകൾക്കും സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി ആളുകൾ സ്ഥിരമായിട്ട് തന്നെ നമ്മളുടെ പ്രോഗ്രാമുകൾക്കൊക്കെ വളരെ കറക്റ്റായിട്ട് പങ്കെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിസാബ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. എന്താണ് വിശേഷമൊക്കെ? എന്താണ് അൽഹംദുലില്ലാഹ് സന്തോഷം. അതെ, ഒരുപാട് ആളുകൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. റിയാസ് സാറിന് യാത്ര ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ബിസി അല്ലാതെ ഇന്ന് ഓഫീസിലാണ്. അത് ശരി, ഇറങ്ങിയിട്ടില്ല. എന്താണ് വിശേഷമൊക്കെ? എല്ലാരും ഉഷാറായി പോകുന്നുണ്ട്. സന്തോഷം. പോകുന്നു. നമ്മുടെ ഒരു റെലവന്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോണത്. പ്രത്യേകിച്ച് സൈക്കോ തെറാപ്പിയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള
തെറാപ്പികൾ. കാരണം സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഐഡിയ എവിടെന്നെങ്കിലും ഈ തെറാപ്പി നമ്മളിപ്പോ ഒരു എക്സാം അറ്റൻഡ് പോവാനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും നെറ്റ് എക്സാമിനേഷൻ എഴുതുന്ന ആളുകൾക്ക് ഈ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഏതൊരു തെറാപ്പി നമുക്ക് ചോദിച്ചാലും ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അതുമാത്രമല്ല അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. ഇപ്പൊ പലർക്കും പല സംശയങ്ങളുണ്ടാവും. ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാല് ഏത് തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനായി. ഇന്നിപ്പോ നമ്മൾ തന്നെ ഒരാള് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഞാൻ PG സൈക്കോളജി കഴിഞ്ഞതാണ്. കുറച്ച് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പ്രാക്ടിക്കൽ കഴിഞ്ഞു. പക്ഷെ ഒരു ക്ലയന്റ് വന്ന് ഞാൻ ഏത് തെറാപ്പിയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പോ പുള്ളിക്കാരന്റെ സംശയമാണ്. കാരണം ആള് കുറെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാവുന്നത് പോലെ നിങ്ങൾ കൗൺസിലിംഗ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ക്ലയന്റുമായിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തുമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തെറാപ്പി എങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ടേം തന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു വെക്കാം. പക്ഷെ നമ്മൾ പലതരത്തിൽ പറയാറുണ്ടല്ലോ, എക്ലക്റ്റിക് അപ്രോച്ചും അതേപോലെ ഇന്റർഗ്രേറ്റഡ് അപ്രോച്ചും. അപ്പൊ പല രീതി തെറാപ്പിയിൽ നമുക്ക് കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ കേസിൽ ആപ്ലിക്കേഷൻ ലെവലിൽ പോവാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു തെറാപ്പിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗസ്റ്റാൾട്ട് തെറാപ്പി കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? നമ്മളെ കുറിച്ചൊരു അവയർനെസ് കൂടുതൽ കിട്ടും. പിന്നെന്താ, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും മോർ പാർട്ട് യെസ്, ആസ് എ ഹോൾ അവർ റിലേഷൻഷിപ്പും അല്ലേ? അതെ. അപ്പോ ഈ ഒരു ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ ഒരു ഫ്രിറ്റ്സ് പേഴ്സ് എന്ന് പറയുന്ന ജർമ്മൻ സൈക്കോളജിസ്റ്റും അദ്ദേഹത്തിന്റെ വൈഫും കൂടിയിട്ടാണ് ഈ ഒരു തെറാപ്പി കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഒരു മികച്ചതായിട്ടുള്ള ഒരു തോട്ട് തന്നെ അല്ലെങ്കിൽ കോട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ടത്, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് ജീവിക്കാനല്ല ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ലോകം എന്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചും ജീവിക്കാൻ ലോകം തയ്യാറല്ല എന്നുള്ള ഒരു തോട്ടാണ്. കാരണം എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ എന്താണ്? എന്റെ ഫാമിലി, എന്റെ പാർട്ണർ, എന്റെ കുട്ടികൾ, അതിനനുസരിച്ച് അവർ ജീവിക്കാൻ തയ്യാറാവണമെന്നില്ല. അതേസമയം ഈ ഒരു ചുറ്റുപാടുകളും എന്റെ പ്രതീക്ഷകൾക്ക് ചുറ്റുപാടും എന്താണ് സ്യൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ആ സാഹചര്യം എനിക്കും നല്ല രീതിയിൽ വരണമെന്നില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ തെറാപ്പിയിൽ. അപ്പോൾ ഇതിന്റെ ഏകദേശം ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ഒരു തെറാപ്പി എന്നുള്ളത്. ഏതൊരു പ്രശ്നത്തിന്റെയും അല്ലെങ്കിൽ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും വ്യക്തിപരമായിട്ടുള്ള സ്വന്തം ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനുമാണ് ഈ ഒരു തെറാപ്പി നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നമ്മൾ കടല് കാണാറുണ്ട്. ആ കടൽ എന്താണ്? അതിന് നമ്മൾ ഒരിക്കലും അതില് വെള്ളമുണ്ട്. നമ്മൾ ആ വെള്ളത്തെ നമ്മൾ ഒരു ഓവറോൾ ആയിട്ട് കാണുമോ? ഇല്ല. കടല് തന്നെയാണ്. പക്ഷെ അതിലടങ്ങിയിട്ടുള്ള ഒരു അംശമാണ് വെള്ളം എന്ന് പറയുന്നത്. അപ്പോ ഒരു വ്യക്തിയുടെ അയാൾ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ലൈഫിൽ അയാളെ ചുറ്റുപാടിലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനനുസരിച്ച് അയാളൊന്ന് മനസ്സിലാക്കി കൊടുക്കാനും സ്വന്തത്തെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക, പ്രശ്നബാധിത മേഖലകൾക്ക് എവിടെയാണ് വരുന്നത് അതനുസരിച്ച് അതിനെ നീക്കം ചെയ്യാനും അതിനനുസരിച്ചും അത് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയിൽ പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു പേഴ്സണാലിറ്റി അത് വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു തെറാപ്പിയിൽ ഒരു വ്യക്തി നിലനിൽക്കുന്നത് തന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതിലൂടെയും അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർ തന്നെ എന്താണ് ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു ഫാമിലി ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടാവും. പക്ഷെ ആ വ്യക്തിത്വം വളർന്നു വരണമെങ്കിൽ എന്താണ് ചുറ്റുപാടുള്ള കുറെ ആളുകളുടെ സഹായം എന്താണ് വേണം. കാരണം എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വിചാരിച്ചാൽ കഴിയില്ല. ഒരു ഫാമിലിയിലെ ഭാര്യന്റെ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ സപ്പോർട്ട് വേണം, ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോ ഇദ്ദേഹം ഈ ഒരു തെറാപ്പി ഒരു ഫങ്ഷൻസ് ഓഫ് ബൗണ്ടറി, 2 ബൗണ്ടറി ആയിട്ടാണ് തിരിച്ചിട്ടേക്കും. ഒന്നെന്താണ്? ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് സ്വന്തം തന്നെയാണ്, സെൽഫാണ്. രണ്ടാമത്തെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എൻവിറോൺമെന്റ് ആണ്. സ്വന്തത്തിൽ ഇയാൾക്ക് എന്താണ് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ലൈഫിൽ അയാൾക്ക് ഉണ്ടാവും. അതേ സമയത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ ഇയാൾക്ക് എന്താണ് സ്വന്തമായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ
അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്താണ് ചുറ്റുപാടുള്ള ആളുകൾ, എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ചുറ്റുപാടുകളാണ്. ആ ചുറ്റുപാടുള്ള ആളുകൾ എവിടെയാണ് പ്രശ്നം ഉള്ളത്. അപ്പോ എനിക്കിപ്പോ സ്വന്തമായിട്ട് ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്കത് പരിഹരിക്കാൻ പറ്റില്ല, ഞാൻ നേരെ ഡയറക്റ്റ് ആയിട്ട് കൗൺസിലർക്ക് പോകുന്നു, അല്ല എന്റെ പാർട്ണറോട് ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്താണ് അവിടെ അവർക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഈ ഒരു തെറാപ്പിയുടെ ഒരു സഞ്ചാരം എന്ന് തന്നെ പറയും. പ്രധാനമായിട്ടും ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് മുമ്പ് കഴിഞ്ഞിട്ടുള്ള അയാളെ മെന്റൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾ, ഇതൊക്കെ എന്താണ് കണ്ടെത്തിയിട്ട് അയാൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, അയാൾ എന്താണ് എന്ന് മനസ്സിലായി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ഫ്രിറ്റ്സ് പേഴ്സ് ആൻഡ് ലോറ പേഴ്സ് ആണ് ഇത് പിന്നെ ഈ ഒരു തെറാപ്പി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു തെറാപ്പിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അവയർനെസ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. അയാളെ കുറിച്ച് അയാൾക്ക് തന്നെ അവയർനെസ് ഉണ്ടായി കൊടുക്കുക, അയാൾ പ്രശ്നങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എന്താണ് ഒരു സപ്പോർട്ട് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി. പിന്നെ പ്രധാനമായിട്ടും ഇതിന്റെ ഒരു കോർ ഐഡിയ, ഒരു തെറാപ്പിസ്റ്റിന്റെ റോള് എന്ന് പറയുന്നത് ക്ലയന്റിന് അവബോധം, അവയർനെസ് ഉണ്ടായി, അത് ഏതൊക്കെ രീതിയിലാണ് അവയർനെസ് ഉണ്ടായി കൊടുക്കുക. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആയിട്ടുണ്ട്, ചിലപ്പോൾ അവയർനെസ് ഉണ്ടായി കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അയാളെ ചിന്തകളുടെ വ്യതിയാനം, പ്രശ്നങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ അയാളെ കോർ ബിലീഫുകൾ എന്തൊക്കെയാണ്. ചിലപ്പോൾ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാൾക്ക് മുന്നിൽ വരുന്ന സമയത്ത് അയാൾക്ക് ഒരുപാട് പ്രകാരം എനിക്കൊന്നും നേടാനില്ല, എന്റെ എല്ലാ കാര്യവും കഴിഞ്ഞു, എന്റെ ലൈഫിൽ മുന്നോട്ടൊരു പ്രതീക്ഷയില്ല എന്ന് പറയുന്ന അയാൾക്ക് എന്താണ്, അയാളെ ചിന്തകളിൽ ചിലപ്പോൾ നമ്മൾ മാറ്റങ്ങൾ, ആ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്, ആ ചിന്ത എന്തുകൊണ്ടാണ് വരുന്നത്, അതുമൂലം എന്താണ് അയാളെ ബിഹേവിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത് എന്ന് ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്കത് കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ കഴിയണം. ഇതാണ് ഒരു പ്രധാനമായിട്ടും ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് കോർ ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ഏതൊക്കെ രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ജസ്റ്റാൾട്ട് തെറാപ്പി ഉപയോഗിക്കുക വെച്ചാൽ ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, അതേപോലെ ഡിപ്രഷൻ ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, പിന്നെ ട്രോമ, ഏതെങ്കിലും തരത്തിലുള്ള ട്രോമ സംഭവിച്ചിട്ടുള്ള കുട്ടികൾ, അബ്യൂസ് നടന്ന ആളുകളിലോ, അതേപോലെ PTSD പോലുള്ള കേസുകളിൽ, പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അതായത് ഫാമിലി ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വർക്ക് പ്ലേസ് സ്ട്രെസ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഒരു 3 കാര്യങ്ങൾ ഒഴിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഫാമിലി ലൈഫിൽ ഹസ്ബൻഡ് ഭാര്യ തമ്മിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാവുന്ന കാര്യം ഈ ഒരു തെറാപ്പി ബെസ്റ്റ് ആണ്. കാരണം ഇതിന്റെ ടെക്നിക്കുകൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറയുന്നുണ്ട്. ആ ടെക്നിക്കൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫാമിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെറിയ ഒരു ഐഡിയ ഈ ഒരു തെറാപ്പിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു കേസ് നിങ്ങൾക്ക്, ഞാൻ പൊതുവെ ഒരു ട്രയൽ പോലെ അടുത്ത കാലത്ത് ഒരു കേസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയുന്നുണ്ട് ഒരു എക്സാമ്പിൾ പോലെ. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും പിന്നെ നമുക്ക് കുറച്ച് ഇതിന്റെ നമുക്ക് പ്രിൻസിപ്പിൾസ്, അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു തെറാപ്പി കൊടുക്കുന്ന സമയത്ത് അവർ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഹെയർ ആൻഡ് നൗ അവയർനെസ് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലയന്റിന്റെ ഭൂതകാല, അതായത് ഫ്യൂച്ചറിലോ അല്ല ഭാവിയിലോ പാസ്റ്റിലോ, അതായത് മുമ്പിൽ നടന്നിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇപ്പൊ നിലവിൽ അയാൾക്ക് എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അയാൾ വരാനിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ടാവും. ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് എനിക്കെന്തോ സംഭവിക്കാനുണ്ട്, എന്റെ ലൈഫിൽ എന്തൊക്കെ വരാനുണ്ട്, അവൾ എന്നോട് മിണ്ടുന്നില്ല, അവൻ എന്നോട് മിണ്ടുന്നില്ല, കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോ സ്കൂൾ തോറ്റു ഫെയിലാവും, ഒരൊറ്റ പേപ്പർ പാസ്സാകാത്തത് കൊണ്ട് എന്താണ് എനിക്കിനി ഒരു എക്സാമിലും പാസ്സാവാൻ പറ്റില്ല, എങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ നിലവിൽ ഇപ്പൊ പ്രസന്റ് മൈൻഡിൽ അവർക്ക് എന്താണുള്ളത് ആ ഒരു പ്രശ്നത്തിലെ മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാസ്റ്റ് നമ്മൾ നോക്കണ്ട, ഇനി വരാനുള്ള കാര്യങ്ങൾ. കാരണം എന്താണ്, ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് തൊട്ടതും പിടിച്ച ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ എന്താണ് അവർക്ക് ഓർമ്മ ഉണ്ടാവും. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഓർമ്മ ഉണ്ടാവില്ല, ലേഡീസിന്, പാർട്ട്ണറിന്. അവരെന്താണ് അയാൾ പണ്ട് എന്നോട് അത് ചെയ്തു ഇത് ചെയ്തു കുറേ കാര്യങ്ങൾ എടുത്തു പറയുന്നതിന് പകരം ഇപ്പൊ നിലവിൽ വന്ന സമയത്ത്, ഇന്ന് നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ എടുത്തു പറയാൻ പറ്റിയ ഒരൊറ്റ പ്രശ്നങ്ങൾ പറയുക, ആ പ്രശ്നത്തിൽ എന്താണ് നമ്മൾ പരിഹാരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഇനിയിപ്പോ അടുത്തൊരു പോയിന്റ് ഹോളിസം എന്നുള്ളതാണ്.
ഈ ഹോളിസം എന്ന് പറയുന്നതാണ് ഇയാളെ ശരിക്കും നമ്മൾ പൊതുവെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റാറ്റസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മെന്റൽ സ്റ്റാറ്റസ് എപ്പോഴാണ് എന്നുള്ളത് ചിലപ്പോൾ അയാൾ ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഡിപ്രസീവ് ആയിരിക്കും, സംസാരിക്കുന്നില്ല, അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം കൂടി ഒന്നാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അതായത് അയാളെ മനസ്സ്, അയാളെ ശരീരം, അയാളുടെ ഇമോഷൻസ് ഇതെല്ലാം കൂടി അടങ്ങിയതാണ് ഒരു മനുഷ്യൻ എന്നുള്ളത്, ഒരു പേഴ്സൺ എന്നുള്ളത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് ഇമോഷൻസിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അയാൾ ഒരുപാട് സങ്കടത്തോടെ ഇരിക്കുന്നു, ഒരുപാട് കരയാണ്, ഭയങ്കരമായ കരച്ചിലാണ്. അപ്പൊ ആ സങ്കടത്തോടെ എന്താണ് നമ്മൾ അയാളെ കാണുന്നില്ല. ഈ ഒരു തെറാപ്പി എന്താണ്, അയാളിൽ നമ്മൾ ഫോക്കസ്, ഒരു മനുഷ്യൻ നമ്മളെ മുമ്പിൽ ഇരിക്കുന്നു, അയാൾ വ്യക്തിത്വം എന്താണ് നമ്മൾ കൂടുതലായി പരിഗണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഹോളിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ അടുത്തൊരു പോയിന്റ്, ആ പ്രിൻസിപ്പിൾസ് ആണ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന് നമ്മൾ ഓരോ കൗൺസിലിംഗ് സെഷനിലും എന്താണ് നല്ല രീതിയിൽ എൻകറേജ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം അയാളെ ഫീലിങ്സ്, ആക്ഷൻസ്, ഡിസിഷൻ, സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എടുക്കേണ്ട ആളുകൾ ഉണ്ടാവും. അതിലൊക്കെ എന്താണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ അയാൾക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായി കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പോൾ ഒരു ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത്യാവശ്യം അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു തെറാപ്പി നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോവുക. അപ്പൊ എന്താണ് അയാൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു ഡിപെൻഡന്റ് പേഴ്സണാലിറ്റി നമുക്ക് ചെയ്തു കൊടുക്കാൻ. അപ്പൊ അയാളെ ഫീലിങ്സിനെ, അയാളെ ഇമോഷൻസിനെ നമ്മൾ അംഗീകരിക്കും. ആക്ഷൻസ് എന്താണ്, അയാൾ എന്താണ് നിലവിൽ, അയാൾ എന്തൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, ആരുടെ കൂടെ ആയിട്ട് ഡിപ്പെൻഡ് ആയി നിൽക്കുന്നുണ്ട്, അപ്പോൾ അതിന് നമ്മൾ എന്താണ് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഡിസിഷൻ, അയാൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, കാരണം ഒന്നിലേക്ക് മുന്നോട്ട്, കാരണം ഇതുവരെ ജീവിച്ചത് എന്താണ്, ഒരു ചെറിയ കുട്ടി വളർന്നു വന്നത് മുതൽ എന്താണ് എല്ലാം പാരന്റ് ചെയ്തു കൊടുത്തു, ഒരു ഏജ് ആവുന്ന വരെ എന്താണ് ലൈഫിലൊക്കെ എല്ലാ കാര്യങ്ങളും പാരന്റ് തന്നെ ചെയ്തു. പിന്നെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താണ് അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കേസുമായിട്ട് ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളതെങ്കിൽ ഈ അവിടെ എന്താണ് ഡിസിഷൻ എടുക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഓവറോൾ ആയി ഇവിടെ ഫീലിങ്സ് ആയി, ആക്ഷൻസ് ആയി, ഡിസിഷൻ ആയി, ഈ ഒരു 3 കാര്യം എന്താണ് ഒരു പേഴ്സണാലിറ്റിയിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് അവയർനെസ് കീ ടു ചേഞ്ച്. അപ്പോ ഈ മാറ്റത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു മാറ്റത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീ, അതായത് മാറ്റത്തിനുള്ള താക്കോല് അവബോധം ഉണ്ടായി. അതപ്പോ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതായത് നിസാം എന്ന് പറയുന്ന ഒരാള് പിന്നെ ചിലപ്പോ നിങ്ങൾക്കറിയില്ല, ചിലപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് എന്തൊക്കെ പേഴ്സണാലിറ്റി ഉണ്ട്, ഞാൻ എങ്ങനെയൊക്കെയാണ് ആളുകളോട് സംസാരിക്കുന്നത്, ഞാൻ ആളുകളുമായിട്ട് ഇടപഴകുന്നത് എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ മുമ്പിൽ വളരെ ടെൻഷനോട് കൂടി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വന്ന് കൗൺസിലിംഗ് വരുന്ന സമയത്ത് ഞാൻ അവിടെ പറയാണ് നിസാം എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ അയാളോട് പറയുക. അതായത് ഞാൻ എന്നെ കുറിച്ച് പറയും, ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്, ഞാൻ ആളുകളോട് ഇടപഴകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ എന്താണ് അതിന് വ്യക്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോ എന്നെ കുറിച്ച് ഒരു 10 വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അങ്ങ് പെട്ടെന്ന് പറയണമെന്നില്ല. പക്ഷെ എന്താണ് അയാളുടെ പ്രശ്നങ്ങളിലൂടെ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു പ്രസന്റ് വർത്തമാനകാലം ഇപ്പൊ നിലവിലുള്ള അയാളുടെ പ്രശ്നത്തിലൂടെ സ്വന്തത്തെ അങ്ങ് പുറത്തേക്ക് പറഞ്ഞ് എറിയിക്കുക എന്നുള്ളതാണ്. അതായത് അയാളെ കുറിച്ച് തന്നെ അയാൾ തന്നെ പറയുന്ന രീതിയിൽ എത്തിക്കുക. നമ്മൾ ഒരിക്കലും എന്താണ് നിങ്ങൾ മുമ്പ് കഴിഞ്ഞ പ്രശ്നത്തിലേക്ക് പോകരുത്, വരാനുള്ള സാധ്യതകളെ കുറിച്ച് ഗോൾ സെറ്റിംഗ്സിലേക്ക് പോകേണ്ട, പ്രശ്നം എങ്ങനെയെങ്കിലും നിലവിലുള്ള പ്രശ്നം തീർത്തു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പിന്നെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഒരു പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അയാളെ ഒരു ലൈഫിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അയാളെ കൊണ്ട് എടുക്കാൻ പറയുക എന്നുള്ളത്. അപ്പൊ പെട്ടെന്നൊന്നും ചിലപ്പോൾ അയാളെ കൊണ്ട് അപ്പൊ മുമ്പുള്ള ഒരു കുറെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഒരു അനുഭവമായിട്ട് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറയാൻ പറ്റില്ല. അയാളെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അയാള് ഒരു 1 or 2 സെഷൻ കഴിയുന്ന സമയത്താണ് അയാൾ ലൈഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഇതൊക്കെ നല്ലൊരു അനുഭവമായിട്ട് പറയും. പക്ഷെ ഈ അനുഭവം പറയുന്നതിന് മുമ്പ് എന്താണ്, അങ്ങനെ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മളെ ഒരുപാട് സ്റ്റോറികൾ, അതായത് ചിലപ്പോൾ നമുക്ക് കിട്ടിയ കേസുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം, നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ ഒരു കേസ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള അയാളെ കഥകളൊക്കെ ഒന്നും ഇയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അയാൾ കൺവേർട്ട് ആയിട്ട് പുതിയ ലൈഫിലേക്ക് വന്ന ഒരു ശൈലി എന്താണ് ഒരു കഥ പോലെ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതാണ് അൺഫിനിഷ്ഡ് ബിസിനസ് എന്നുള്ളത്.
ഓക്കെ ആണോ എല്ലാരും? ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാണ്, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണ് സാർ. ക്ലിയർ ആണ് സർ. ഓക്കെ. ഇനി അടുത്തൊരു ഫിഗർ ഗ്രൗണ്ട് എന്നുള്ളതാണ്. അതപ്പോ നിലവില്, അതായത് ക്ലയന്റ് നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു നേരത്തെ പറഞ്ഞ ഒരുപാട് തെറ്റിദ്ധാരണകളും മിസ്റ്റേക്കും ഒക്കെ അയാൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അയാൾ നിലവിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ അത് അയാൾക്ക് ചിലപ്പോ നിലവിൽ എന്ന് പറയുമ്പോൾ അയാൾക്ക് ലൈഫിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളൊന്നും അയാളുടെ ലൈഫിൽ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ ആ ലൈഫ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന്റെ കൂടെ എന്താണ്, വേണമെങ്കിൽ ചിലപ്പോ അയാളെ പഴയ കാര്യങ്ങൾ ചിലപ്പോ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള അയാൾ നിലവിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അത് എക്സ്പീരിയൻസ് ആക്കി പറഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു നല്ല കാര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായി. അതർവൈസ് പാസ്റ്റ് മിസ്റ്റേക്ക് എന്താണ്, ചിലപ്പോൾ അയാൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ ഫാമിലി ലൈഫിൽ ചിലപ്പോൾ ഒരു പെൺകുട്ടി വന്ന് കുറെ കാര്യങ്ങൾ പറയാണ് ലൈഫിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ചില കാര്യങ്ങൾ നമ്മൾ എടുത്ത് പൂർണ്ണമായിട്ട് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇയാളെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ തെറ്റുകൾ എന്താണ് നമ്മൾ എടുത്തു പറയുമ്പോൾ അത് അവർക്കൊരു പ്രശ്നമാണ്. അതേ സമയത്ത് അവരുടെ തെറ്റുകൾ അവര് തന്നെ മനസ്സിലാക്കി അത് എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ് എന്നുള്ളത് അത് പറയുന്ന ഒരു രീതിയാണ് ഫിഗർ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, അതായത് നിലവിൽ കുറെ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഭർത്താവും ഭാര്യയും ഭാര്യ വരികയാണ്, കുറെ തെറ്റുകൾ അവരും പറഞ്ഞു, ഭർത്താവ് അവരെ തെറ്റുകളും പറഞ്ഞു. പക്ഷെ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ്. പക്ഷെ തിരിച്ചെന്താണ്, ഇത് നമ്മൾ ഒന്നൊരു സെഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു തെറാപ്പിന്റെ ആപ്ലിക്കേഷനിൽ വരും അവരോട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഈ ഒരു പൂർണ്ണമായിട്ട് പറഞ്ഞതിന് ശേഷം അവരോട് നമ്മളായിട്ട് ചോദിക്കും, ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യം നിങ്ങളൊരു മിസ്റ്റേക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ട് അവരവിടെ ചിന്തിച്ചു തുടങ്ങണം. അപ്പൊ എന്താണ്, അവരെ പേഴ്സണൽ ലൈഫിലേക്ക് അവർ പോകണം, ചിന്തിക്കണം. ആ ചിന്ത എന്താണ്, ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് അവരെ തെറ്റായിട്ടുള്ള ചിന്തകൾ അവർ കണ്ടെത്തിയിട്ട് അതെന്താണ്, ആ തെറ്റായിട്ടുള്ള മിസ്റ്റേക്കുകൾ തൽക്കാലം ഒന്ന് ഇഗ്നോർ ചെയ്ത് പുതിയൊരു പ്രസന്റ് ലൈഫിലേക്ക് അവര് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഇതാണ് ഫിഗർ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോ മേജർ ടെക്നിക്, ഈ ഒരു മേജർ ടെക്നിക്ക് എന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോ തെറാപ്പിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എംപ്റ്റി ചെയർ ടെക്നിക്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എംപ്റ്റി ചെയർ ടെക്നിക്? ഉണ്ട് സാറേ. ഓക്കെ, എന്നാ പിന്നെ കുറച്ചുകൂടി സിമ്പിളായി. കഴിഞ്ഞ പ്രാവശ്യം നരേറ്റീവിൽ നമ്മൾ ഒരു മരത്തിനെയും കൊണ്ടുവന്നിട്ടുള്ളത്, ഇപ്രാവശ്യം നമ്മൾ ചെയറിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഒരു സാധാരണ എംപ്റ്റി ചെയർ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ഒരു തെറാപ്പിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം എന്താണ്, ഒരു കേസിൽ നമ്മൾ ഒരൊറ്റ ചെയർ ഉപയോഗിക്കും. ചില സാഹചര്യം നമ്മൾ ഒറ്റ ചെയർ ക്ലയന്റിനെ ഒരു ഒരു ചെയറിന് മുമ്പിൽ ഇരുത്തിയിട്ട് ഒരു എംപ്റ്റി ചെയർ, ഒരു ആരും ഇരിക്കാത്ത രീതി നമ്മൾ കൺസൾട്ടന്റ് നമ്മൾ മാറി നിൽക്കും, അവരെ റൂമിൽ ഇരുത്തിയിട്ട് അവരെ കൊണ്ട് അവരെ പ്രശ്നങ്ങൾ, അതായത് തന്റെ പ്രശ്നങ്ങൾ എന്താണ്, മുമ്പിലിരിക്കുന്ന ആരാണോ തനിക്ക് പ്രശ്നങ്ങൾ ഉള്ളത് അവരോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. വേണമെങ്കിൽ ഭർത്താവിനോട് ഭയങ്കര ദേഷ്യമുള്ള ഒരു ആളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, സ്വന്തം ഒരു കുട്ടി ഒരു 8, 10, 12 സ്വന്തം മാതാപിതാക്കളോട് പഠിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, അവരെ ദേഷ്യം തീർക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു തൂവാല, ഒരു വടി എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ ദേഷ്യം അടിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരാൾ, സ്വന്തത്തോട് എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ എന്താണ്, ആ കസാരയോട് സംസാരിക്കുകയാണ്, എന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എന്റെ നിലവിൽ ഈ ഒരു എന്റെ രീതിയിൽ എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ടെക്നിക്കാണിത്. അതായത് മുമ്പിൽ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് സംസാരിക്കുക. ഈ ഒരു സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ്, അടുത്ത ടെക്നിക്ക് നിങ്ങൾ ചിലപ്പോൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. നേരെ ഒരു മിററിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇയാളെ കൊണ്ടുപോകും. ഈ പറഞ്ഞ ടെക്നിക്ക്, ചെയർ ടെക്നിക്ക് കഴിഞ്ഞിട്ട് അടുത്തൊരു ടെക്നിക്ക്, അതായത് സ്വന്തം ഒരു കണ്ണാടിക്ക് മുമ്പ് സംസാരിച്ചത് എന്താണ്, അയാൾ നേരിട്ട് കണ്ടിട്ടില്ല, ചെയർ മാത്രമാണ് കാണുന്നത്. അതായത് പിന്നെ അടുത്തത് എന്താണ്, ഒരു കണ്ണാടിയുടെ മുമ്പിൽ അയാളെ നിർത്തിയിട്ടോ അല്ലെങ്കിൽ അയാൾ സ്വന്തം കാണുന്ന രീതിയിൽ സംസാരിപ്പിക്കും. അതായത് സ്വന്തത്തോട് സംസാരിക്കുക, എന്താണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാനുള്ളത് എന്ന് അത് പറയുക. കാരണം എന്താണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോ നമ്മൾ ക്ലയന്റ് ഒരു തെറാപ്പിസ്റ്റോട് രീതി സംസാരിക്കുന്നത് പോലെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും.
ആ രീതിയിലായിരിക്കണം. പിന്നെ അടുത്ത സെഷൻ എന്താണ്, വീണ്ടും ചെയർ തന്നെ, 2 ചെയറും ഒരു ക്ലയന്റും. 2 ചെയർ എന്ന് പറയുന്നത് 1 അയാളെ പ്രശ്നമായിരിക്കണം, 2 പ്രശ്ന ബാധ്യതയുള്ള ആളുകളായിരിക്കണം. ഒന്ന് ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫാമിലി റിലേഷൻഷിപ്പിൽ ഒന്ന് ഹസ്ബൻഡ് അല്ല പ്രശ്നക്കാർ, വീട്ടുകാരാണ്. ഹസ്ബൻഡിന്റെ വീട്ടുകാരാണ് പ്രശ്നം. ആ മനസ്സിൽ എന്താണ് അത് ഇമാജിൻ ചെയ്യാൻ പറയും. എന്താണ് ആ ഹസ്ബൻഡിന്റെ വീട്ടിലോട് നിങ്ങൾക്ക് പ്രതികാരം വീട്ടണം, എന്താണ് അവരോട് ദേഷ്യം, എന്താണ് അതെന്താണ് അവിടെ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ആ പ്രശ്നം പറഞ്ഞു തീർത്തതിന് ശേഷം എന്താണ് ചിലപ്പോ ഒരുപാട് കാലം ഇവർ മനസ്സിൽ കൊണ്ടെടുക്കുന്ന കാര്യങ്ങളായിരിക്കും. സ്വന്തം ഭർത്താവിന്റെ അച്ഛൻ ഒന്ന് തെറി വിളിക്കുക, അല്ലെങ്കിൽ അവരോട് മോശമായിട്ടൊന്ന് കുറെ കേട്ടിട്ടും എന്താണ് സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. കാരണം ഒന്ന് തുറന്ന് പറഞ്ഞാൽ എന്താണ് അയാളെ പ്രശ്നങ്ങൾ ഒന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അടിക്കാം, വേണമെങ്കിൽ അടിക്കാം. എന്നിട്ട് എന്താണ് ആ 2 ചെയർ നമ്മൾ, ഇതിന്റെ ഒരു പിക്ചർ ഞാൻ ഇതിന്റെ കൂടെ വെക്കണം എന്ന് വിചാരിച്ചിരുന്നു, സോറി മറന്നു. അപ്പോ ആ 2 ചെയർ എന്താണ് ഈ പറഞ്ഞതിന് ശേഷം എന്താണ് 2 ചെയറും അടുപ്പിക്കുന്നത്, അതിന് സെൻട്രൽ എന്താണ് നമ്മൾ ഈ ഒരു ക്ലയന്റിനെ കൊണ്ടു നിർത്തും. എന്താണ് തന്റെ പ്രതികാരങ്ങളൊക്കെ തീർത്തു, എന്നിട്ടും എന്താണ് ഈ പറഞ്ഞ 2 പേരും എന്റെ കൂടെ ലൈഫിൽ എന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്കാണ് എംപ്റ്റി ചെയർ ടെക്നിക്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോ അടുത്തത് എക്സാജറേഷൻ ആണ്. എക്സാജറേഷൻ എക്സസൈസ് എന്ന് പറയുന്നത് പിന്നെ അവര് ഒരു ആംഗ്യ ഭാഷയിലൂടെ ഭാവത്തിലോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ക്ലയന്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എന്താ പലതരത്തിലുള്ള ആംഗ്യ ഭാഷകൾ നമ്മൾ ഓരോ ഇമോഷൻസും ആക്ഷൻസ് പോലെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ എന്താണ് അവരെക്കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അയാളോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലാണ്, ചിലപ്പോൾ എംപ്റ്റി ചെയർ തന്നെ മുമ്പിൽ വെക്കുന്നു. അപ്പോ ഇയാൾക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ആ ആക്ഷൻ എന്താണ് ആംഗ്യ ഭാഷയിലൂടെ ചെയ്യുക എന്നുള്ളതാണ്. കൈകൊണ്ടോ കാലുകൊണ്ടോ എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ളത് ആ ഒരു എന്താണ് നിലവിലെ പ്രശ്നങ്ങൾ പുറത്തെറിയിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു എക്സാജറേഷൻ എക്സസൈസ്. ആംഗ്യഭാഷയിലൂടെയോ അല്ലെങ്കിൽ മുഖഭാവത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ ഒക്കെ ആവാം, ബോഡി ചേഞ്ചിങ്ങിലൂടെ ഒക്കെ ആവാം, പക്ഷെ സംസാരിക്കുന്നില്ല എന്നുള്ള ഒരു രീതിയാണ്. പിന്നെ അതേപോലെ റിവേഴ്സൽ ടെക്നിക്ക് എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റത്തിൽ വിപരീതമായിട്ട് പ്രവർത്തിക്കാൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് റിവേഴ്സൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോ നിലവിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ചിലപ്പോ ആരോടും സംസാരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് അയാളെ നിലവിൽ അവിടെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു റോൾ പ്ലേ മോഡൽ ആക്കിയിട്ട് അയാൾ എന്താണ് നിങ്ങൾക്കിപ്പോ ഞാൻ നിങ്ങളെ വേറെ രീതിയിലേക്ക് ആക്കാൻ പോവുകയാണ്, നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണ് ഇവിടെ ഒന്ന് റോൾ മോഡൽ ആക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ടെക്നിക്കാണ് റിവേഴ്സൽ. കാരണം എന്താണ് ഇതൊരു ഗെയിംസ് പോലെയാണ് റിവേഴ്സൽ. കാരണം അവർ ക്ലയന്റിന് ആ സമയത്ത് ഒരു ആക്ടിവിറ്റീസും ആവും, അതേപോലെ തന്നെ എന്താണ് മെന്റൽ ഒരു സ്റ്റാറ്റസ് റിലാക്സേഷൻ ഒന്ന് കാം ഡൗൺ ആവാനും സാധ്യത കൂടുതലാണ് ഈ റിവേഴ്സൽ ടെക്നിക്ക്. അതായത് ഓപ്പോസിറ്റ് ആളെ കൊണ്ട് പ്രവർത്തിക്കുക. ഇപ്പൊ ഫാമിലി ലൈഫിലാണെങ്കിൽ ഭാര്യ ഭർത്താവാകുന്നു, ഭർത്താവ് ഭാര്യയാവുന്നു, തിരിച്ച് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിക്കുന്ന രീതി സ്വന്തമായിട്ട്. ഇതിനൊക്കെ വേണമെങ്കിൽ എന്താണ് ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കാം. ടെക്നിക്ക് മീൻസ് ഈ ഒരു എംപ്റ്റി ചെയർ, അതായത് ഈ ഒരു റിവേഴ്സൽ ടെക്നിക്ക് എംപ്റ്റി ചെയറിലേക്ക് വരുന്ന സമയത്ത് ഭർത്താവാണ് എംപ്റ്റി ചെയർ ആയിട്ട് ഇരിക്കുന്നത്, ഭാര്യ സംസാരിക്കുന്നു. എന്താണ് ഇതുവരെ സംസാരിക്കാത്ത ഓപ്പൺ അപ്പ് അല്ലാത്ത കാര്യങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് പോലെ അവരോട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഈ ഒരു സ്റ്റേയിങ് വിത്ത് ഫീലിങ്സ്. എന്താണോ ആ സമയത്ത് അവർക്ക് ഇമോഷൻസ് ആയിട്ടുള്ളത്, അവരെ ഈ ഒരു 3 ടെക്നിക്കും നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് ആ ഒരു സമയത്ത് അവരെ ഇമോഷൻസ് മീൻസ് അവർ ചിലപ്പോ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോ ചില ആളുകൾ കരയുന്നതായി കാണാം, ചില ആളുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ചില ആളുകൾ പറയും ചില മാറ്റങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയും. പക്ഷെ ഇങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിൽ അവരോട് പറയാ നിലവിൽ എന്താണ് നിങ്ങളെ ഫീലിങ്സ് ഉള്ളത്, ആ ഫീലിങ്സിൽ നിന്നും ഓടിപ്പോവാൻ പറയാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ സങ്കടമാണോ, ആ സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓടാൻ ഒരു ഇമാജിൻ ചെയ്യാനാ പറഞ്ഞത്, അല്ലാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടാനല്ല. അപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഫീലിങ്സ് ഉള്ളത്, ആ ഫീലിങ്സിൽ നിന്ന് എന്താണ് ജസ്റ്റ് ഒന്ന് ഓടാൻ. കാരണം ഹാപ്പിനെസ് കൂടുതലായിട്ടും വരാൻ സാധ്യതയില്ല, സങ്കടം തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് എന്താണ് കൂടുതൽ അവരൊന്ന് പുറത്തേക്ക് ചാടി ഓടാൻ പറയുന്ന ഒരു രീതി. പിന്നെ അതേപോലെ തന്നെയാണ് ഡയലോഗ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അവരെ
കാര്യങ്ങൾ ഇപ്പൊ പലതും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അവരോട് പറയും, ഫാമിലി ലൈഫിന്റെ കാര്യം തന്നെ പറയും, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് തുടരാൻ താല്പര്യമുണ്ടോ? പ്രത്യേകിച്ച് ഡൈവോഴ്സ് കേസ് ആവുന്ന രീതിയിലൊക്കെ എത്തുന്ന കേസുകൾ നമുക്ക് പലതും അവസാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു ബന്ധത്തിൽ തുടർന്ന് പോകാൻ താല്പര്യമുണ്ടോ? വെറുതെ നമ്മൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കൗൺസിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവർ 8-9 സെഷൻ കഴിഞ്ഞിട്ടും അവരെ പരാതിയും പ്രശ്നങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോ എന്താണ് അവരോട് ചോദിക്കുക, അതായത് എം ടി ചെയറിൽ ഭർത്താവ് ഇരിക്കുന്നു, ഭാര്യ സംസാരിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് നമ്മൾ ഈ ചോദ്യം അവർക്ക് കയ്യിൽ എഴുതി കൊടുക്കും പേപ്പറിൽ നിന്ന്. ഡയറക്റ്റ് ആയിട്ട് എന്താണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് അവരോട് ചോദിക്കുക, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബന്ധുവായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിലായിരിക്കണം അവരോട് ചോദിക്കേണ്ടത്. അപ്പൊ എന്താണ് ഈ ഒരു മേജർ ടെക്നിക്ക്, ഈ 5 ടെക്നിക്കാണ് തെറാപ്പിയിൽ പൊതുവേ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇതിന്റെ കുറച്ച് സ്ട്രെങ്ത്തുകളുണ്ട്. അതായത് നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് അവർ സ്വയം അവബോധം ഉണ്ടായി കൊടുക്കുന്ന സമയത്ത്, സ്വന്തം എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഈ ഒരു വൈകാരികമായ ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളോട് എന്താണ് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോ അതൊക്കെ എന്താണ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കൂടുതലായിട്ട് അവരോട് എന്താണ് ഒരു മോട്ടിവേറ്റ്, എൻകറേജ്മെന്റ് ചെയ്യും, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയൂ എന്നുള്ള ആ രീതിയിലാവരുത്, അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എന്താണ് അതിൽ പ്രധാനമായിട്ടും പിന്നെ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലായി ഇയാള് സ്വന്തത്തെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറല്ല. അപ്പൊ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കുക. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ അയാൾ നിലവിൽ ഏറ്റെടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു അയാളുടെ ലൈഫിലേക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താണ് ഈ ജീവിതത്തിൽ എവിടെങ്കിലും സ്റ്റക്ക് വന്നിട്ടുള്ള, അതായത് എവിടെയെങ്കിലും ഒന്ന് സ്തംഭിച്ചു പോയിട്ടുള്ള ഒരു ലൈഫിൽ അയാൾക്ക് ഏതൊക്കെ രീതിയിലാണത് മനസ്സിലാക്കുക, ഏത് ജീവിതത്തിലെ ശൈലിയിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ തളർന്നു പോയിട്ടുള്ളത്, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ സ്ട്രെങ്ത്. ആദ്യത്തെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ അവയർനെസ് ഉണ്ടാക്കുമ്പോൾ അത് കൂടുതലായിട്ടും പ്രശ്നബാധിത മേഖലയിലേക്ക് കൊണ്ടുപോകരുത്. പക്ഷെങ്കിൽ അതേപോലെ തന്നെ അവിടെ റെസ്പോൺസിബിലിറ്റി ഉപയോഗിക്കുക. പിന്നെ അയാളെ സ്റ്റക്ക് ആയിട്ട് ലൈഫിൽ എന്താണ് അതൊന്ന് മനസ്സിലാക്കിയിട്ട് ആളുകളെ അയാൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളെ അതിലേക്ക് തെറാപ്പിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഇതിൽ ലിമിറ്റേഷൻ ഉണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതായത് വൈകാരികമായിട്ട്, അതായത് ഈ ഒരു ഇമോഷനിൽ നിൽക്കുന്ന സമയത്ത് കൂടുതലായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നിർബന്ധിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ CBT പോലെ, സൈക്കോ അനാലിസിസ് തിയറി പോലെ എന്താണ് ഇതൊരു സ്ട്രക്ചേർഡ് തിയറി അല്ല, തെറാപ്പി അല്ല. കാരണം എന്താണ് നമുക്ക് CBTയിൽ ഒരു തെറാപ്പി ഉണ്ട്. CBT എന്ന് പറയുന്നത് എന്താണ് സ്ട്രക്ചേർഡ് ആണ്. ഓരോ അതായത് ഒരു പ്രശ്നം വന്നത് എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കും, നിങ്ങളുടെ പ്രശ്നം എന്താണ്. സൈക്കോ അനാലിസിസ് എന്താണ് അവരുടെ ചിന്തകളിലും പ്രശ്നങ്ങൾ എന്താണ് അവരുടെ കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താണ് ഓരോ 1 by 1 പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു തെറാപ്പി എന്താണ് സ്ട്രക്ചേർഡ് അല്ല, പലതരത്തിലാണ് മിക്സഡ് ആയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ അത് അവർക്ക് പറയും. ചിലപ്പോൾ ഈ ഒരു ചെയർ ടെക്നിക്ക്, MT ചെയർ ടെക്നിക്ക് ഒക്കെ ഒന്നും പലർക്കും എന്താണ് ആപ്ലിക്കബിൾ അല്ല. കാരണം പലരും അത് ഒരു ചെയറിനോട് ഞാനിപ്പോ എന്ത് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിന്നിട്ട് എന്നോട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് അതൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയി നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അതൊന്നും നമ്മൾ വീണ്ടും എന്താണ് ഒരു അപ്ലിക്കേഷൻ ലെവലിൽ പോകാൻ പാടില്ല. അതവിടെ സ്റ്റോപ്പ് ചെയ്യുക, തൽക്കാലം വേറെ എന്തെങ്കിലും തെറാപ്പികൾ എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ട് ഇതിന്റെ ലിമിറ്റേഷൻ. പിന്നെ ഇതിന്റെ കൺക്ലൂഷൻ, അവസാനമായിട്ട് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് പ്രസന്റ് മൊമെന്റ് അവയർനെസ്, അതായത് പ്രസന്റ് ഇപ്പൊ നിലവിലുള്ള അയാളെ പ്രശ്നങ്ങൾ കണ്ടെത്തുക, അയാൾക്ക് എന്നിട്ട് അതിനെക്കുറിച്ച് എന്താണ് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടായി കൊടുക്കുക, സ്വന്തമായിട്ട് എന്താണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായി കൊടുക്കുക, സ്വന്തം മനസ്സിലാക്കാനുള്ള കഴിവ്, അതായത് ഞാൻ ആരാണ്, ഞാൻ എൻ്റെ വ്യക്തിത്വം എന്താണെന്ന് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുക. പിന്നെ ഈ ഒരു തെറാപ്പിയിൽ അതായത് നമുക്ക് ജസ്റ്റ് ഒരു കേസ് പറയാം. അപ്പോ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഇടപെടാൻ പറ്റുമെന്നുള്ളത്. അതായത് ഒരു 30 വയസ്സ്, ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ എനിക്കൊരു കേസ് വന്നു. 30 വയസ്സുള്ള ഒരാള്, ചെറുപ്പക്കാരനാണ്, എഞ്ചിനീയർ ആണ്, ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തൽക്കാലം ആള് ജോലിക്ക് പോകുന്നില്ല. ആൾക്ക് ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ ഉള്ളത് കൊണ്ട് എന്താണ് അയാൾക്ക് സ്വന്തമായിട്ടൊരു ഭയങ്കര കോൺഫിഡൻസ് ലെവലൊക്കെ വളരെ മോശമായി. അയാൾ വളരെ ഡൗൺ ആണ്, ഡിപ്രസീവ് ആണ്, തനിക്ക് എന്തൊക്കെയോ ലൈഫിൽ സംഭവിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോ ഇങ്ങനെ ഒരാള് നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നമുക്ക് ഈ ഒരു തെറാപ്പി എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകാൻ? കാരണം ഈ ഒരു ജസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്നത്
സിമ്പിൾ ആണ്. കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇപ്പോ എന്താണ്, സ്വന്തം വ്യക്തിത്വത്തെ മനസ്സിലാക്കി കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ എന്താണ്, അയാളിൽ നിന്ന് എന്താണ് മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു കേസിൽ ആർക്കെങ്കിലും കുറച്ച് ആളുകൾക്ക് ഇടാം, നമുക്ക് സമയമുണ്ട്, ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഇടപെടാൻ പറ്റുമോ? ഇപ്പൊ നിലവിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ലാസ്റ്റ് ഇപ്പൊ ഒരാഴ്ചയായി ഞാനിപ്പോ തൽക്കാലം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ ഈ കേസിൽ അയാൾക്ക് 30 വയസ്സായി, ആള് മാരീഡ് അല്ല, ഫാമിലി കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ കുറച്ചൊരു ആങ്സൈറ്റി ലെവൽ കൂടുതലാണ്, ആള് ജോലിക്കൊന്നും പോകുന്നില്ല, ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. ആളെന്താണ്, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ആകെ തകർന്നു പോയി എന്നുള്ള. കാരണം നമ്മൾ തകർന്നു പോയി എന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഈ റിലേഷൻഷിപ്പുമായിട്ട് എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ലവ് ഫെയിലർ അത് അന്വേഷിച്ചു, അതൊന്നുമില്ല അയാൾക്ക്. അപ്പോ ഇങ്ങനെയുള്ള ഒരാള് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു തെറാപ്പി നിങ്ങൾ എങ്ങനെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ഒരു മെത്തേഡായിട്ട് ആദ്യം എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജോലിക്ക് പോകാത്ത വർക്ക് പ്ലേസ് ഇഷ്യൂ കൊണ്ടാണോ? അല്ല, വർക്ക് അവിടെ സ്ട്രെസ് ഒന്നുമില്ല. ആൾക്ക് അത്യാവശ്യം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനി ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അറ്റ്ലീസ്റ്റ് ഓഫീസിൽ പോയാൽ മതി, സൈറ്റിലൊന്നും പറ്റാത്ത ഒരാളാണ്, പോവണ്ട. വർക്ക് പ്രഷർ എന്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പാരന്റ് പറഞ്ഞത് വളരെ കുറവാണ്. അദ്ദേഹത്തിന് ബോസുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അയാൾക്കും എന്താണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അയാളുടെ ലൈഫിലില്ല. ഇപ്പൊ അയാൾ ഇവിടെ UAE-യിലാണുള്ളത്. അപ്പൊ ഞാനുമായിട്ട് കോണ്ടാക്ട് ഉള്ള ആളാണ്. അപ്പൊ സംസാരിച്ച പറഞ്ഞ വർക്ക് പ്രഷറുകളൊന്നുമില്ല. പക്ഷെ ഇയാളെ ചിന്തകൾ ഇതാണ്, എന്നെ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ പറ്റും, എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ എൻ്റെ ലൈഫിലുണ്ട്, എനിക്ക് എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നുള്ള ചിന്ത. അതാണ് ആങ്സൈറ്റി ലെവൽ. ഡിപ്രസീവ് ആയെന്നാണ് എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ എനിക്ക് പ്രതീക്ഷകളൊന്നുമില്ല, അത് ഡിപ്രസീവ് ആയി. സെൽഫ് അവയർനെസ് കൊടുത്ത് സ്ട്രെങ്ത് എന്താണെന്നൊക്കെ. ഓക്കെ, എങ്ങനെ അത് സെൽഫ് അവയർനെസ് നമുക്ക് കൊടുക്കും? സെൽഫ് ടോക്കിലൂടെ അച്ചീവ്മെന്റ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുക. സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക. അച്ചീവ്മെന്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ലൈഫിലൊക്കെ. ഫാസ്റ്റ് യെസ്, ഓക്കെ. അവനവന്റെ അപ്പോ അതെ, പോസിറ്റീവിൽ പറഞ്ഞു കൊടുക്കുക, അറിയിപ്പിക്കുക അല്ലേ? എങ്ങനെ തന്നെ പറയാൻ പറ്റും. അയാൾക്ക് സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അയാൾക്കുള്ള സ്ട്രെങ്ത് കോൺഫിഡൻസ്, അയാളുടെ സ്ട്രെങ്ത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി. അപ്പോ ഇതില് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രസന്റ്, അതായത് പ്രസന്റ് പ്രോബ്ലം നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു നേരത്തെ തുടക്കത്തിൽ. അപ്പൊ ആ സമയത്ത് അയാൾക്ക് ഇമോഷൻസും കാര്യങ്ങളും കുറെ നമ്മൾ പറയും. ഇമോഷൻസ് നോക്കണം, ആക്ഷൻസ് നോക്കണം, എക്സ്പീരിയൻസ് നോക്കണം, പിന്നെ അയാളെ ഇപ്പൊ നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പോ ഈ ഒരു ചോദ്യം, അതായത് ഈ ഒരു ക്ലയന്റ് നമ്മളെ മുന്നിൽ വന്നപ്പോൾ ഈ ഒരു തെറാപ്പി ഒരു ശൈലിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ചോദിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു റാപ്പോ ബിൽഡപ്പിന് ശേഷം എന്താണ് നിങ്ങളുടെ ഈ ഒരു ആങ്സൈറ്റി, അതായത് എനിക്ക് എന്തോ ഒരു ലെവലിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി കാരണം നിങ്ങളുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉള്ളത്, അതായത് ബോഡിയിൽ എന്താണ് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആങ്സൈറ്റി ലെവലിൽ നമ്മൾ ഈ ഒരു തെറാപ്പി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും, ഈ ഒരു ആങ്സൈറ്റി കാരണം നിങ്ങളുടെ സ്വഭാവത്തിലല്ല, മനസ്സിനല്ല, ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ്. ആ സമയത്ത് അയാൾ പറയും എനിക്ക് ശാരീരികമായിട്ട് എന്താ തളർന്നു പോവുകയാണ്, പിന്നെ കൈകാലം വേദനിക്കുന്നു, പിന്നെ അതേപോലെ തന്നെ എന്താണ് എനിക്ക് ശ്വാസം മുട്ടൽ പോലെ തോന്നുന്നു, അതേപോലെ എനിക്ക് ആരോടും ആ സമയത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, എങ്ങനെ പല കാരണങ്ങളും അയാൾ പറഞ്ഞു. അപ്പോ ഈ സമയത്ത് അയാൾക്ക് നമുക്ക് കൊടുക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അയാളെ തോട്ടാണ് അതൊക്കെ. ഈ ഒരു ആങ്സൈറ്റി, എനിക്ക് ശരീരം വേദനിക്കുന്നു, റിയലൈസ് ചെയ്തോ എന്ന് മീൻസ് എന്താണ്, നിങ്ങൾ ആരെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചിട്ടുണ്ടോ, ഡോക്ടർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു ഡോക്ടറെ അടുത്ത് ഞാൻ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ്, ഈ സമയത്താണ് നമ്മൾ എന്താണ് സെൽഫ് ടോക്കിലേക്ക്, നേരത്തെ നിങ്ങൾ ആരോന്ന് പറഞ്ഞതുപോലെ സെൽഫ് ടോക്കിലേക്ക്. അപ്പോ ഈ ഒരു ആങ്സൈറ്റി ലെവൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്ക് ഈ ഒരു ആങ്സൈറ്റി ഉണ്ടത് എന്ന് ഡോക്ടർ തെളിവ് സഹിതം നിങ്ങളോട് പറഞ്ഞു ഒന്നുമില്ല. അതേ സമയത്ത് നിങ്ങൾ ഈ ഒരു ആങ്സൈറ്റി ലെവൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
അത് ഞങ്ങളോടൊന്ന് പറയാൻ പറ്റുമോ? കാരണം അയാളെ ആൻസൈറ്റി ലൈഫിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് എന്താണ് അയാൾക്ക് എന്തോ സംഭവിക്കാനുണ്ട്, മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ആളായിരിക്കണം. പക്ഷെ അയാൾക്ക് ലൈഫ് ലോങ് അയാൾ ഹാപ്പി ആയിരുന്നു കുറെ കാലം, പ്രശ്നങ്ങളൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ആൻസൈറ്റി, ചിലപ്പോൾ ഏതെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഇൻസിഡൻസ് കണ്ടതായിരിക്കാം. അതേപോലെ തന്നെ എന്താണ് പെട്ടെന്ന് ഈ നേരത്തെ പറഞ്ഞത് കമ്പനി ബേസിൽ ബോസ് എന്തെങ്കിലും ഇയാളോട് സംസാരിച്ചത് ഷൗട്ട് ചെയ്തതായിരിക്കും. ഒരു നിമിഷത്തെ തോട്ടായിരിക്കും. പലർക്കും മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു നിമിഷത്തേക്കാണ്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായിരിക്കാം ഈ ഒരു കേസിൽ നടന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ആങ്സൈറ്റിയിൽ നമുക്ക് ഈ ഒരു കേസ് തന്നെ അവരെ ആങ്സൈറ്റി ലെവലിലാണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയത്. ബോഡിയിൽ ഉണ്ടായിരുന്ന ടെൻഷനും ഈ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചറിയുക എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണോ ഈ തെറാപ്പി. അപ്പോൾ നമുക്കെന്താണ് ഈ ഒരാളോട് നമുക്ക് ഈ ഒരു തെറാപ്പി ബേസിൽ ഞാൻ ഇയാളോട് പറഞ്ഞ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ എന്താണ് ഒരു കണ്ണാടി ഉണ്ട്, ആ കണ്ണാടിയിലേക്ക് എന്താണ് നിങ്ങൾ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരിക്കുന്നത് ചോദിച്ചാല് പുള്ളിക്കാരനൊരു സംസാരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഞാനും നിങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നുള്ളത് ഇമാജിൻ ചെയ്യുക. അതെന്താണ് കൗൺസിലിംഗ് സെഷൻ അവിടെ കഴിഞ്ഞ ശേഷമാണ് ഇയാൾ എന്താണ് ഒരു കണ്ണാടി മുമ്പിൽ സംസാരിക്കുന്നത്. വീട്ടില് ഇയാളെ പാരന്റിന്റെ ഇവിടെ പാരന്റ് അപ്പൊ ഫാദർ എന്താണ് ഒരു വീഡിയോ എടുക്കുന്നത് പോലെ ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടു എന്താണ് അയാൾ കണ്ണാടിയിലേക്ക് സംസാരിക്കുന്നത്. പക്ഷെ അയാൾക്ക് എന്താണ് കണ്ണാടിക്ക് സംസാരിക്കുന്ന സമയത്ത് എന്താണ് അയാൾ കൂടുതൽ ഇമോഷൻ ആവുന്നുണ്ട്. കാരണം അയാൾ റിയൽ ആയിട്ട് ഇമാജിൻ ചെയ്തു എന്നുള്ളതാണ് കണ്ണാടി. കാരണം എന്താണ് അയാൾക്ക് എവിടേക്കോ എന്തോ ഉള്ളിലൊരു പുറത്ത് പറയാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പാരന്റിന്റെ ഇടയിൽ കൂടെയും സ്വന്തം ലൈഫിലും ആളുകളോട് പറയേണ്ട സമയത്ത് പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ള ചില പ്രയാസങ്ങൾ അയാൾക്ക് ഉണ്ടായി. അപ്പൊ എന്താണ് നമുക്ക് പല കേസുകളും ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നത്, ഗസ്റ്റാൾട്ട് തെറാപ്പിയിലേക്ക് ഞാൻ ഈ ഒരു കേസ് കൊണ്ടുവന്നത് തന്നെ എന്താണ് ജസ്റ്റ് അയാളെ പ്രശ്നങ്ങൾ സിമ്പിൾ ആണ്. കൂടുതലായിട്ട് നമ്മളെ കുറെ പിന്നെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലും കാര്യത്തിലും ഒന്നും പോവണ്ട. ജസ്റ്റ് എന്താണ് സെൽഫ് ആയിട്ടൊന്ന് അയാൾക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഒരൊറ്റ സെഷനോട് കൊണ്ടുവന്ന് അയാൾ സംസാരിക്കുമ്പോൾ അയാൾ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു, അയാളോട് തന്നെ സംസാരിച്ചു. അതിൽ നിന്നാണ് എന്നിട്ട് ആ റെക്കോർഡ് വീഡിയോ എന്താണ് നമ്മൾ വീണ്ടും അയാളെ സ്വന്തമായിട്ട് 1 or 2 റിപ്പീറ്റഡ് ആയിട്ട് അയാളെ കൊണ്ട് തന്നെ കാണാൻ കൊടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം ആള് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നും. അതേപോലെയാണ് പല കേസുകളും നമ്മൾ ഉപയോഗിക്കുന്നത്. സെൽഫ്, അതായത് സ്വന്തത്തോട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ സുപ്രഭാതി ഒരു എൻവിറോൺമെന്റുമായിട്ട് ഒരു പ്രയാസവും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ ഒരു തെറാപ്പി ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. ഓക്കെ അല്ലേ? എങ്ങനെ മനസ്സിലായില്ല? വോയിസ് ബ്രേക്ക് ആണ്. ആ ആളുടെ ശരിക്കുള്ള പ്രശ്നം എന്തായിരുന്നു സർ? ശരിക്കുള്ള പ്രശ്നം ആങ്സൈറ്റി ആണ്. അയാൾക്ക് ഒരു സുപ്രഭാതത്തിൽ കമ്പനിയിൽ അയാളുടെ മനസ്സിൽ ഒരുപാട് പ്ലാനിങ്സുകൾ ഉണ്ടായിരുന്നു. അതായത് കമ്പനീന്റെ പുതിയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെടുന്ന ആൾ. അപ്പൊ പുതിയ അയാൾ ഐഡിയാസ് വന്ന സമയത്ത് അയാൾക്ക് കമ്പനിയോടും ബോസിനോടും പറയാൻ പറ്റാതായിപ്പോയി. ആ പറയാൻ പറ്റാത്ത സമയത്ത് വേറൊരാൾ എന്ത് ചെയ്തു, ആ സമയത്ത് പുതിയ ഐഡിയ കൊടുത്തു, കമ്പനിക്ക് പുതിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. പക്ഷെങ്കിൽ എന്താണ് എനിക്കിതെന്താണ് ആ സമയത്ത് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു ഇയാൾക്ക് പിന്നീട് ഉണ്ടായത്. ഇത് കമ്പനിക്ക് ഒരു വിഷയമല്ല, അയാൾ പറയാത്തതും പറഞ്ഞതും ഒന്നും വിഷയമല്ല. പക്ഷെ ഇയാൾ എന്താണ് മനസ്സിൽ വിചാരിച്ചത്, ഞാൻ എന്താണ് ആ കാര്യം ബോസിനോട് പറയാത്തത് കൊണ്ട് എനിക്ക് മാനസികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അതാണ് സംഭവം. സിമ്പിൾ ആണ്. അയാൾക്ക് വേറൊന്നും ലൈഫ് സംഭവിച്ചിട്ടില്ല. അയാൾ പിന്നീട് നമ്മൾ അയാളെ കൊണ്ട് ഒരു സംസാരിച്ച സമയത്ത് ഒരു ജേണൽ എന്നുള്ള സ്റ്റോറി ടൈപ്പിൽ എഴുതുന്ന സമയത്ത് അയാൾ എഴുതി കാണിച്ചതാണ് എന്റെ ലൈഫിൽ. പിന്നെന്താണ് ആ ഒരു കണ്ണാടി ഇമേജ് നമ്മൾ ഒരു വീഡിയോ റെക്കോർഡ് സമയത്ത് അയാൾ അതിലും പറയുന്നുണ്ട്, എന്റെ ജോലി സ്ഥലത്തുള്ള കാര്യം എനിക്ക് ബോസിനോട് പറയാൻ പറ്റില്ല, ബോസിനോട് പറയാൻ റിപ്പീറ്റഡ് ആയിട്ട് 1 or 2 തവണ അയാൾ പറയുന്നു. അപ്പൊ അയാളുമായിട്ട് എന്താണ് ആ ബോസിനെ വെച്ച് ഈ ബോസുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് ബോസ് പറയുന്നു അയാൾ നല്ലൊരു സ്റ്റാഫ് തന്നെയാണ്, പക്ഷെ അയാൾ പറയാത്തതിനോ പുതിയ ഐഡിയ തരാത്തതിനോ കമ്പനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല. അയാളെ പ്രൊമോഷൻ നമ്മൾ എവിടെയും തടഞ്ഞു വെച്ചിട്ടില്ല. അയാൾ എന്ന് ജോലിക്ക് തരുന്നു അത് ഒരു കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ആണ്. അത് എന്താണ് അത് ഇയാൾ ആ ബോസ് പറയുന്നത്, മാനേജർ പറയുന്നത് ഇയാളെ കൊണ്ട് കേൾപ്പിച്ചു, അയാൾ ഓക്കെ ആയി. കാരണം എന്താണ് ഇയാൾ പറയുന്നത് എന്താണ് എന്റെ മിസ്റ്റേക്ക് ആണത്, ഞാൻ പറയാത്തത് എന്റെ മിസ്റ്റേക്ക് ആണ് എന്നല്ല. അപ്പൊ ഇയാൾ സെൽഫ് ടോക്ക് ഒന്ന് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായത്. ഹലോ സർ,
യെസ്. ഇതിന്റെ സമയത്ത് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ പറ്റും. അങ്ങനെ പറ്റും. എല്ലാം പറ്റും. അത് നമ്മൾ എന്താണ് വീഡിയോ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അവരിങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഫാമിലി ലൈഫ് നമുക്ക് സെൽഫ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അയാളെ വീഡിയോ അയാൾ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. മറ്റുള്ള ചിലപ്പോൾ ഈ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ ഒന്നും നമ്മൾ നടക്കില്ല. പക്ഷെ സ്വന്തമായിട്ട് ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആങ്സൈറ്റി പോലെ തന്നെ ഒരു വലിയ മേഖല പ്രശ്നബാധിത അല്ലാത്ത ചെറിയ ചെറിയ കേസുകൾ അയാളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ എന്താണ് ആ കണ്ണാടിയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടും അയാളുടെ എന്താണ് ഒരു ബെറ്റർ ലൈഫിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മൾ എവിടെ എന്താണ് അയാൾ കണ്ടതിന് ശേഷം അയാളെ കൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് അത് വേറെ സത്യം. അയാൾക്ക് ഷെയർ ചെയ്യാനൊരു പാർട്ട്ണർ ഇല്ലാത്തത് ഇതിലൊരു വിഷയമല്ല. അതെ, ഇതൊരു വലിയൊരു വിഷയമാണ്. അതും കൂടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, അതൊരു പ്ലാനിങ് ഉണ്ട്, അവരെ ഫാമിലി നോക്കുന്നുണ്ട്, അതും നല്ലതാണ്. കാരണം കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ അയാളോട് പറഞ്ഞേനെ, തുടർന്ന് പറഞ്ഞേനെ. പക്ഷെ അയാൾക്ക് പറയാൻ ഇത് ആരില്ല. സർ പിന്നെ എം ടി ചെയർ ചെയ്യുന്ന സമയത്ത് നോർമലി തെറാപ്പിസ്റ്റ് റൂമിൽ ഉണ്ടാവില്ലല്ലോ? ഇല്ല, നമ്മൾ മാറി നിൽക്കും. ഓക്കെ ഓക്കെ. പിന്നെ ആ 2 ചെയർ സമയത്ത് സംസാരിച്ച ശേഷം നമ്മൾ തെറാപ്പിസ്റ്റ് ആണ്. ആ 2 ചെയറിന്റെ സെന്ററിൽ നമ്മൾ കൊണ്ടുപോയി നിർത്തേണ്ടത് നമ്മളാണ്, തെറാപ്പിസ്റ്റ് ആണ്. കാരണം അവരെ ആരാണോ പ്രശ്നക്കാരുള്ളത് അവരെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, ഫാദർ ആണോ ഹസ്ബൻഡ് ആണോ, എന്നിട്ട് 2 പേരും അവരെന്താണ് 2 ചെയർ നടക്കുന്നത്, നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, നിങ്ങളെ കൂടെ അവരിപ്പോഴും നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങളെ കൂടെ അവരും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബോധ്യപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ ആ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എം ടി ചെയർ വെക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ മേ ബി ഫോർ എക്സാമ്പിൾ ഫാദർ ഇൻ ലോ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ നിന്ന് പോകും, അങ്ങനെയാണോ? നമ്മൾ പോകും. എത്ര സമയമാണെന്നുള്ളത് പിന്നെ നമ്മൾ ഒരു സമയം കൊടുക്കും. ആ ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ എത്ര എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. ഇവിടെ നിന്ന് ആരും കേൾക്കില്ല, റെക്കോർഡിംഗ് ഇല്ല, ഒന്നുമില്ല. ഡോർ അടിച്ച് നമ്മൾ പുറത്തേക്ക് പോവുക. എന്നിട്ട് അയാൾ നമുക്ക് കറക്റ്റ് സമയം കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോകും. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ആളെ മെന്റൽ സ്റ്റാറ്റസും നമ്മൾ നോക്കും. ഇപ്പൊ കറന്റ് എന്താണ് അയാളെ ഫേസിലുള്ളത്, ബോഡി എക്സ്പ്രഷൻ എന്തൊക്കെയാണുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊന്ന് ചിലപ്പോൾ ഒന്ന് വേർത്തിട്ടുണ്ടാവും, ചിലപ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ ആള് നോർമലായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ആ ചെയർ അത് അവിടെ വർക്കിംഗ് അല്ല എങ്കിൽ എന്താണ്, നമ്മൾ അടുത്തൊരു സെക്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണാടിയിലേക്ക് മുമ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുക, അവിടുന്ന് സംസാരിക്കുക, ഡയറക്റ്റ് ആയി മുഖത്തേക്ക് മുഖം നോക്കി സംസാരിക്കുക എന്നുള്ളത്. സോ അപ്പം ലൈക്ക് സപ്പോസ് ഇപ്പൊ അഗ്രസീവ് ആയിട്ട് ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യോ അങ്ങനെ ആങ്കർ ഔട്ട് ബേസ്റ്റ് ഒക്കെ ആവണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും? ഉണ്ട്. അവരെ കൊണ്ട് അടിക്കാൻ പറയണം നമ്മള്. ആ ഒരു എക്സ്പ്രഷൻ അവര് അവിടെ എന്താണ് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഓക്കെ. ലൈക്ക് അവര് ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യണം, ഔട്ട് ബേസ്റ്റോ ഭയങ്കര സ്ക്രീം ഒക്കെ ചെയ്യുകയാണെങ്കിൽ റൂമിൽ കയറി ചെല്ലട്ടെ, അങ്ങനെ ഒരു അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ ഓവറായിട്ടും ഇങ്ങനത്തെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ CBT പോലെ സ്ട്രക്ചേർഡ് അല്ല എങ്കിൽ പോലും നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാം എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ പറ്റും. കുട്ടികൾക്ക് ഒരു 8 വയസ്സ് മുതലുള്ള ADHD ഒക്കെ ഉള്ള ODD പോലുള്ള കുട്ടികൾക്കൊക്കെ 8 വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെയാണ് ഒരു ചെയർ എംപ്റ്റി ചെയർ കൊടുത്തിട്ട് കുട്ടീനോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് കുട്ടീൻ്റെ ആരോടാ ദേഷ്യം ഉള്ളത് ആ ദേഷ്യം അങ്ങോട്ട് തീർക്കാൻ പറയും. അടിക്കണേ അടിക്കാം, ഇനി പിച്ചണേ പിച്ചാം, ഇനി ചീത്ത പറയണേ ചീത്ത, ഷൗട്ട് ചെയ്യണേ, എന്ത് വേണേ ചെയ്യാന്നുള്ളത് കുട്ടികൾക്ക് എഫക്റ്റീവ് ആണ്. കാരണം അവർക്ക് എന്താണ് ഒരു ആക്ടിവിറ്റി പോലെ കാരണം എന്താണ് പാരന്റ് ചെയ്യിപ്പിക്കരുത്. പാരന്റ് ചെയ്യിപ്പിക്കുന്ന എന്താണ് അവർ ഒന്നും ചിലപ്പോൾ കസേര എടുത്ത് എറിയാൻ സാധ്യത. പക്ഷെ നമ്മളൊരു എന്താണ് ആ കുട്ടികളെ കൊണ്ടൊരു ഇതിലേക്ക് പോകുമ്പോൾ, ക്ലിനിക്കിൽ പോയിട്ട് ഒരു കൗൺസിലറുടെ അടുത്ത് പോകുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കുട്ടികളെ ചെയ്യും. കാരണം എന്താണ് അവർക്ക് ഒരു ADHD വരുന്ന ഒരുപാട് സാധ്യതകൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും. എന്തെങ്കിലും പെട്ടെന്ന് ഒരു കുട്ടിയും ADHD ആവില്ല. അപ്പൊ എന്താ പല സിറ്റുവേഷൻ കുട്ടീനെ വളർത്തുന്ന പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്കൂളിന്റെ പ്രശ്നങ്ങളായിരിക്കും. ഒക്കെ കാരണങ്ങൾ കൊണ്ട് എന്താണ് ആ കുട്ടി ഉള്ളിലൊതുക്കുക, കുട്ടീന്റെ ഇമോഷൻസ് പുറത്ത് ആരെക്കൊണ്ടും പറയാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ADHD ആയത് കൊണ്ടാവാം, വന്നതായിരിക്കാം. അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടിക്ക് എന്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, ആ ചെയറിനോട് ചോദിക്കുകയാണ് കുട്ടിനെ എന്തുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. അപ്പൊ ആ കുട്ടി തന്നെ എന്താണ് ചെയറിനോട് ചോദിക്കുകയാണ്, എനിക്ക് എന്താണ് പഠിക്കാൻ. ആ കുട്ടി തന്നെ അടുത്ത ആൻസർ കുട്ടി തന്നെയാണ്, എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്, പഠിക്കാൻ ചില പാഠഭാഗങ്ങളിൽ ചില ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വാശിയാണ്, അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, അമ്മ പറയുന്നത് കേൾക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ കറക്റ്റ് സമയത്ത് പറ്റുന്നില്ല, എനിക്ക് അറ്റൻഷൻ ഇല്ല,
എന്നൊക്കെ എന്താണ് നമുക്ക് കുട്ടികളെ കൊണ്ട് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് പറയാം. ഇപ്പൊ നമ്മളുടെ ED പോലത്തെ ഫിലിം ഉണ്ടല്ലോ, എക്സ്ട്രാ അതായത് അകത്ത് പുറത്തേക്ക് നമ്മളടുത്ത് ഡീസന്റ് ആയിട്ട് പെരുമാറുന്ന പല പാരന്റ്സ് വീട്ടിലെത്തി അങ്ങനെയൊന്നും അല്ല, ആള് ഭയങ്കര അഗ്രസീവ് ആണ്. ആ രീതിയിലുള്ള കേസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാം. കാരണം എന്താണ്, ചിലപ്പോ വീട്ടിലുള്ള അവസ്ഥ പാരന്റിന് മാത്രമാണല്ലോ അറിയാം. അപ്പൊ നമ്മളെ ഈ കുട്ടീനെ പാരന്റ് പറയുന്ന അവസ്ഥകളെടുത്ത് കുട്ടിയെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടീനോട് നമ്മൾ പറയണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറയുന്നുണ്ടോ, നീ ചെയ്യുന്നുണ്ടോ, ഈ ഒരു സ്വഭാവമാണോ നിനക്കുള്ളത്, അതിനുശേഷം എന്താണ് നമുക്ക് എന്താണ് അത് നിനക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ ഒരു ചെയറിൽ കൊണ്ട് നമുക്ക് കൊണ്ടുപോകാം. അതായത് കുട്ടി പറയുന്ന, അതായത് പുറത്തിറങ്ങുമ്പോൾ ആള് വളരെ ഡീസന്റ്, വീട്ടിലെത്തുമ്പോൾ പ്രശ്നക്കാര്. അപ്പൊ ഈ ഒരു പ്രശ്നക്കാർ സ്വന്തം തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഒരു ടെക്നിക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാം. കുട്ടിനോട് പറയാ, നിന്നെ പറ്റി അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ചെറിയൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു കംപ്ലൈന്റ് അല്ല എങ്കിൽ പോലും എന്താണ് അത് മോന് മനസ്സിലാവുന്നുണ്ടോ അറിയാൻ വേണ്ടി നമുക്കൊരു ഗെയിം കളിക്കാൻ പറഞ്ഞിട്ട് ഈ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്ന് നമ്മൾ മാറി നിൽക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അതിന്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക അതിന് മുമ്പ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ. ഇപ്പോ സാധാരണ കേസില് കുട്ടികൾ സ്കൂളിൽ വരാൻ മടിക്കുക, ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള അഗ്രഷൻ, അതായത് പീർ പ്രഷർ കാരണം ഇപ്പൊ എന്നെ കൂട്ടുന്നില്ല അവരുടെ കൂട്ടത്തില്, ഇങ്ങനെ അവർക്ക് ഒരുപാട് ഇമോഷണൽ കൺട്രോൾ വരാത്തൊരു അഡോളസന്റ് ഗ്രൂപ്പ് ഏജസ് ഉണ്ടല്ലോ, അഗ്രസീവ് ആയിട്ട് അവർ അപ്പൊ അവര് ക്ലാസ് റൂമിൽ തന്നെ ചില സമയത്ത് കൈവിട്ടു പോയ പ്ലേ ഗ്രൗണ്ടിലൊക്കെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നൊരു ഇഷ്യൂ സ്കൂളിൽ വന്നത്, 9th കുട്ടികള് ഫുട്ബോൾ കളിക്കുകയാണ്. അത്രയും ഇന്റിമസി, ആകെ 5 മെമ്പേഴ്സേ അതിൽ ബോയ്സ് ആയിട്ടുള്ളൂ. അപ്പൊ അതിലൊരാൾക്ക് എന്തോ അവർ പാസ് ചെയ്തതിൽ എന്തോ ഇഷ്യൂ വന്നു. അവൾ അവിടെ ഇരുന്നൊരു വലിയൊരു വടി എടുത്തിട്ട് അടിച്ചിട്ട്, ഭയങ്കര അടി എന്ന് പറഞ്ഞ ആളുടെ നമുക്ക് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഗ്രസീവ്നെസ്സിലേക്ക് പോവുകയാണ് ആള്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇതേപോലെയുള്ള നമുക്ക് എന്താ അവർക്ക് ഈ ഒരു അവര് എന്താ പറയാ ഈ അഗ്രസീവ്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ആ സിറ്റുവേഷനിൽ നമ്മൾ ആ കുട്ടിയെ വിളിച്ചിട്ട് കുട്ടിയോട് പറയും, ആ സമയത്ത് നിനക്കുണ്ട ആ ഒരു പാസ് തരാത്ത വിഷയം ആയിരിക്കില്ല ചിലപ്പോ അത് മാത്രം. ചിലപ്പോ ആ കുട്ടിക്ക് ചിലപ്പോ ആ കുട്ടിയോട് മുൻ വൈരാഗ്യമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇതൊരു റീസൺ ആക്കി എടുത്തതായിരിക്കാം. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ കുട്ടിയോട് എന്താണ് കുട്ടിയുടെ ബോഡിലി ചേഞ്ചസ് എന്താണ്, ഈ ഒരു ദേഷ്യം വന്നപ്പോൾ ശാരീരികമായിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ചിന്താഗതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ സമയത്ത് എന്താണ് നിനക്ക് തോന്നിയിട്ടുള്ളത്, എന്താണ് കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ചെയ്തത്, അത് ബോളാണോ, അതായത് പ്രസന്റ് പ്രോബ്ലം ആ ബോളാണോ, ഒരു പാസ് തരാത്ത ഇഷ്യൂ ആണോ എന്നുള്ളത്. ചിലപ്പോൾ ഈ കുട്ടീനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ മുമ്പ് അവൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പല കാരണങ്ങൾ പറയും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താ ഈ ഒരു പ്രസന്റ് പ്രോബ്ലം അല്ല, അത് മുമ്പേ ഉള്ള കുറെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയാണ്. പക്ഷെ അവസരം കിട്ടിയ അവിടുന്ന് ഈ ഒരു കളിയിലൂടെ മാത്രം അത് അവൻ ചെയ്തു എന്നുള്ളതായിരിക്കാം. ഞാൻ സാധ്യത പറയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ എന്താണ് നമുക്ക് കൂടുതലായി അവരെ ഫീലിങ്സ് മനസ്സിലാകുക. ഈ ഒരു അഗ്രസീവ് ആവുന്ന സമയത്ത് അവരോട് ചോദിക്കുക, നമ്മൾ ഉപദേശം ആവരുത് കൊടുക്കുമ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. എന്താണ് ആ സമയത്ത് എന്താണ് നിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ട്, എന്ത് ചിന്താഗതിയാണ് നിനക്ക് വന്നിട്ടുള്ളത്, എന്ത് ഇമോഷൻസ് ആ വന്നിട്ട്, ഇമോഷൻസ് മെയിൻ ദേഷ്യമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാനുള്ളതാണോ. അപ്പോൾ ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ഒരു പാസ് കൊടുക്കുന്നത് മിസ്റ്റേക്ക് പറ്റുന്ന എന്താ സാധാരണയാണ്. അതങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് കുറച്ച് കളിനെ പറ്റി അറിയുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പാസും ഇതൊക്കെ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പോലെ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷെ ഈ ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് കുട്ടിന്റെ യഥാർത്ഥ പ്രശ്നം ഈ ഒരു മുൻവൈരാഗ്യമാണെങ്കിൽ അത് ചിലപ്പോൾ അവിടെ പറഞ്ഞ് നമുക്ക് 2 കുട്ടികളെയും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ഗ്രൂപ്പ് സെഷൻ പോലെ നമുക്കൊരു അവയർനെസ് കൊടുക്കേണ്ടി വരും. ഏറ്റവും ബെറ്റർ ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഒന്നും ഈ ഒരു ചെയർ ടെക്നിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതെ, ഗ്രൂപ്പ് തെറാപ്പി. പക്ഷെ അതേപോലെ ഈ ഒരു ടെക്നിക്ക് നമുക്ക് ചെയർ ടെക്നിക്ക് അവിടെ 2 ചെയർ ടെക്നിക്ക് ഉപയോഗിച്ച് 2 പേരെയും ഒരേപോലെയാണ് എന്നുള്ളത് സംസാരിപ്പിച്ച് കൂടെ നിർത്താം. ഈ രണ്ടുപേരെയും ഒരേ ഇരിക്കുക, ആ ചെയർ രണ്ടും അടുപ്പിക്കുക. അതിന്റെ കൂടെ എന്താണ് നിങ്ങൾ 2 പേരും ഒരുമിച്ചാണ്, ആ ചെയർ ഇരിക്കുന്നത് പോലെയാണ് നിങ്ങൾ 2 പേരും ഇരിക്കേണ്ടത് എന്നുള്ള ഒരു ഇത് നമുക്കൊരു കാണിച്ചു കൊടുക്കാം. പക്ഷെ അവര് ചെയറിനോട് സംസാരിക്കുന്നൊന്നും തോന്നുന്നില്ല. അത് ആ ടെക്നിക്ക് അവിടെ പോസിബിൾ അല്ല. ഹായ് സർ. യെസ് പറഞ്ഞോ.
ഇപ്പൊ നമ്മള് ഉണ്ടല്ലോ പാസ്റ്റ് ട്രോമാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് കുറെ പീസസ് ആക്കി കീറിക്കളയണത്, അതും ഇതും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ഈ ചെയർ ടെക്നിക് അത് ഈ ചെയർ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവര് പറഞ്ഞ കാര്യം ഇവർക്ക് ഓർമ്മയുണ്ടാവും. അത് കൂടുതൽ ഇന്നർ ഹീൽ ചെയ്യുമ്പോൾ പേപ്പർ എഴുതിക്കുക എന്നത് കൂടുതലായിട്ട് ഇന്നർ ഹീലിലേക്ക് പോകും. അപ്പോ അവർ ഇന്നർ ഹീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂടുതലായിട്ട് എന്താണ് ആ പേപ്പറിൽ എഴുതി കഴിഞ്ഞ കാര്യമാണ് അവർക്ക് ഓർമ്മ വരും. ഞാൻ എന്തൊക്കെ എഴുതിയിട്ടുള്ളത് പിന്നെ ആ പേപ്പറിൽ കാര്യങ്ങളൊക്കെ എന്താണ് ആ ഇന്നർ മുമ്പിൽ സംഭവിച്ചിട്ട പാസ്റ്റ് ട്രോമകൾ അവർക്ക് എപ്പോഴും ഓർമ്മ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേ സമയത്ത് ചെയറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ കാര്യം അവര് 90% കാര്യം അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം എന്താണ് ഓരോന്ന് പറയുമ്പോഴെന്താണ് റിലീഫ് ചെയ്ത് കൊണ്ടുപോകും. അതേ സമയത്ത് നമ്മൾ പേപ്പർ എഴുതി കീറി കളയുന്ന സമയത്ത് എന്താണ് ഈ ഒരു പ്രശ്നം നെഗറ്റീവായിട്ട് രണ്ട് കാര്യങ്ങൾ. പോസിറ്റീവായിട്ട് പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ആള് ഓക്കെ ആവാൻ പേപ്പർ എന്റെ മനസ്സിൽ ആ ഹീലിങ്സും അതേപോലെ ട്രോമയും ഒന്നുമില്ല എന്നുള്ളത്. അതേ സമയത്ത് എന്താണ് ഈ ഇന്നർ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആയുള്ള പ്രശ്നം ഈ കഴിഞ്ഞ ചിലപ്പോൾ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ. അപ്പൊ കുട്ടിക്ക് മാനസികമായിട്ടുള്ള അവസ്ഥ കൂടുതൽ വഷളാവാനുള്ള സാധ്യത പിന്നെ കൂടുതലാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കേസിൽ അങ്ങനെ ഉണ്ടായി. ഇന്നർ ഹീൽ ചെയ്ത സമയം ഈ പേപ്പർ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച സമയത്ത് ആ കുട്ടിക്ക് എന്താണ് മാനസികമായിട്ട് വളരെ പ്രശ്നങ്ങൾ വയലന്റ് ആയി. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് വളരെ രീതിയിൽ എന്താണ് സൂക്ഷിച്ച് വേണം ചെയ്യും. കുട്ടീന്റെ ട്രോമ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ട് നോക്കണം. അതിന്റെ സിവിയറിറ്റി എത്രത്തോളം ഉണ്ട് നമ്മൾ നോക്കണം. കുട്ടീന്റെ എന്താണ് മെന്റൽ സ്റ്റാറ്റസ് നോക്കണം. ബോഡീന്റെ എത്ര ഏജും കാര്യങ്ങളും നോക്കാം. കുട്ടിക്ക് സ്വന്തമായിട്ട് അത് നമ്മൾ ഈ ഇന്നർ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം അംഗീകരിക്കാം, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ആലോചിച്ച ശേഷം മാത്രമേ ഈ ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ ഈ ഒരു ടെക്നിക്ക് അതായത് പിന്നെ ചെയർ ടെക്നിക്ക് ഉപയോഗിക്കുക നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. അപ്പൊ പറഞ്ഞ കാര്യമൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല. ഒന്നോ രണ്ടോ ഓർമ്മയിൽ നിൽക്കാൻ നല്ല പൂർണ്ണമായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മളെന്താണ് ബേസിക് ആയിട്ട് ഓരോന്ന് ചോദിക്കുന്നതനുസരിച്ച് ഇപ്പൊ നിങ്ങൾ കുറെ കാര്യം പറഞ്ഞു, ഞാൻ അതിന്റെ അടുത്ത് സംസാരിക്കുന്നു. അല്ലാണ്ട് മുമ്പ് തുടക്കത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അതേപോലെയാണ് ഈ ഒരു ചെയർ ടെക്നിക്കിലേക്ക് വരുന്നത്. പറഞ്ഞ കാര്യമൊന്നും അവർക്ക് എന്താണ് ഞാൻ പറഞ്ഞു ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഓരോ പിപിടിയിലെ ഓരോ പോയിന്റുകൾ പറയുമ്പോൾ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു റിലാക്സ് ആയി, ഇനിയിപ്പോ അടുത്തതിലേക്ക് പോകാം എന്നുള്ള ചിന്താഗതി. അതേപോലെ തന്നെയാണ് ഒരു ടെക്നിക്കിൽ ഈ ഒരു ചെയർ ടെക്നിക്കിലും കൊണ്ടുവരേണ്ടത്, പ്രത്യേകിച്ച് ട്രോമ കേസിൽ. ട്രോമ കേസ് ഒന്നും നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡിങ്ങിന് കാര്യം ഒരിക്കലും പോകരുത്. അത് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അയാൾക്ക് ഒരു ആങ്സൈറ്റി ലെവൽ കുറയ്ക്കാൻ വേണ്ടി, അത് അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. സർ ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോളൂ. നമ്മളിപ്പോ ഈ പ്രസന്റിലുള്ള പ്രശ്നത്തെയാണല്ലോ ഇപ്പൊ സോൾവ് ചെയ്യണത് അല്ലേ? അതെ. അപ്പൊ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് പ്രശ്നം, അതായത് ഡിവോഴ്സ് അല്ല, പക്ഷെ അവര് സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഇതില് മൂത്ത ആൾക്ക് ഒരു 13 വയസ്സുണ്ട് ആൾക്ക്. അപ്പൊ ആളിപ്പം തീരെ പഠിക്കുന്നില്ല. അപ്പൊ കാര്യം എന്താന്ന് അന്വേഷിച്ചു. കുട്ടി നന്നായിട്ട് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു പഠിക്കുന്നുണ്ട്, പക്ഷെ എക്സാം പേപ്പറിൽ ഒന്നും കുട്ടി എഴുതുന്നില്ല. അപ്പൊ കുട്ടിനോട് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞത് ഇവര് ഫാദറും മദറും തമ്മിലുള്ള പ്രശ്നം കൊണ്ട് എനിക്ക് കഴിയുന്നില്ല എന്നാണ്. ആ ഒരു പ്രശ്നം നമ്മൾ എങ്ങനെയാണ്? അപ്പൊ ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാരന്റിനോട് നമ്മൾ സംസാരിക്കുക, നിങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണോ എന്ന് നമ്മൾ ചോദിക്കും, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പൊ അവര് തയ്യാറല്ലെങ്കിൽ കുട്ടീന്റെ പ്രശ്നം എന്താണ്, രണ്ട് പാരന്റിനെ, അച്ഛനെയും അമ്മയും കുട്ടീനെ അമ്മയും നമ്മൾ ഏൽപ്പിക്കുന്നു. പിന്നെ കുട്ടിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ആ കുട്ടീന്റെ ആങ്സൈറ്റി ലെവല് ഏത് സമയത്തൊക്കെയാണ് കുട്ടിക്ക് ആങ്സൈറ്റി കൂടുന്നത് എക്സാം ഹാളിൽ മാത്രമാണ്. കാരണം ഈ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് കുട്ടിക്ക് എക്സാമിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ആ സമയത്ത് എന്താണ് കുറച്ച് റിലാക്സേഷൻ ടെക്നിക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കുക. എക്സാം എഴുതുന്നതിന് മുമ്പ് കുറച്ച് പിന്നെ റിലാക്സ് ആകാനുള്ള കാര്യങ്ങൾ, ചോദ്യങ്ങൾ നല്ലോണം മനസ്സിലാക്കാൻ പറയുക, അറിയുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതാൻ പറയുക. അങ്ങനത്തെ ചെറിയ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഫാമിലി ഇഷ്യൂസ് ഒന്നും വരുന്ന പ്രശ്നങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് പിന്നെ അത് കുട്ടീനെ ബാധിക്കരുത്. അവരോട് പോലെയല്ല. അതെ, അതായത് മദറിന്റെ കൂടെയാണ് കുട്ടി ഉള്ളത്. പക്ഷെ കുട്ടി ഇപ്പോ അമ്മ എന്തെങ്കിലും പറയുമ്പോ അതിന് കുട്ടി തർക്കുത്തരം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ കുട്ടി റിയാക്ട് ചെയ്യുമ്പോ അമ്മക്ക് ഭയങ്കര ടെൻഷന്. കാരണം ഇതുവരെ കുട്ടി അങ്ങനെ അല്ലായിരുന്നു. അപ്പോഴും പഠിച്ചതാണ്. അത് ഞാൻ പറഞ്ഞു. അതായത് അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടു വളർന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിന്റെ ഉള്ളിൽ എന്തായാലും ട്രോമാസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ ആ
കുട്ടിന്റെ ഉള്ളിൽ ആ ട്രോമകൾ ആദ്യം ഒഴിവാക്കണ്ട. അതിനാദ്യം ഈ ഫാദറും മദറും ഒന്നാവണോ? അവര് ഈഗോ അതൊന്നാവേണ്ടി വരും. അതായത് അവർക്കൊരു ഈഗോ പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നങ്ങളൊന്നും അവർക്കിടയിൽ ഇല്ല. അത് പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങളാണ്. പക്ഷെ ലൈഫിലുള്ളത്. ഈഗോ ഭയങ്കര ഈഗോ രണ്ടാക്കും. ആ ഈഗോ തൽക്കാലത്തൊക്കെ എന്താണ്, അവർക്ക് ആ രണ്ടുപേരെയും ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരൊന്ന് മനസ്സിലായി കുട്ടിയുടെ ഈ ഒരു മാനസികാവസ്ഥ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മക്കളൊക്കെ രണ്ട് ബിഹേവിയർ ആവും എന്നുള്ളത്. ഒന്ന് നമ്മുടെ അച്ഛനും അമ്മേൻ്റെ അടുത്തും പഠിക്കുന്നത്, ഒന്ന് ചുറ്റുപാടുകളിൽ നിന്ന്. പക്ഷെ കുട്ടി ഒരു ബിഹേവിയർ ഇവിടെ പഠിച്ചിട്ടുള്ളത് എന്താണ്, അമ്മനോടിപ്പോ പിന്നെ റെസ്പോൺസ് ചെയ്യുന്നത് എന്താണ്, തട്ടിത്തെറിപ്പിക്കുന്നത്, മോശമായിട്ട് പറയുന്നത് എന്താണ്, അമ്മയും അച്ഛനും എങ്ങനെയാണ് അവർ കുടുംബത്തിൽ പെരുമാറിയിട്ടുള്ളത്, അതാണ് കുട്ടി പഠിച്ചിട്ടുള്ളത്. കാരണം ഒരാളോട് എങ്ങനെ സംസാരിക്കാം, എങ്ങനെ പെരുമാറാം എന്നുള്ളത് കുട്ടിക്ക് അറിയില്ല. അത് കണ്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അതാണ് അമ്മ ചോദിക്കുമ്പോൾ അമ്മനോട് തട്ടിക്കയറുന്നത്. അപ്പൊ ആ അമ്മക്ക് ടെൻഷൻ ആവും. അപ്പോ ഈ ഒരു പരാതിയുമായിട്ട് നിങ്ങളടുത്ത് വന്നിട്ടുണ്ടാവുക. കാരണം നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരിക്കും കുട്ടികളും പഠിക്കുക. അപ്പൊ നമ്മൾ ആദ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ട പാരന്റ്സിനാണ്. അത് ഉറപ്പന്നെ 100%. പക്ഷെ അവർക്കൊരു അവർ awareness ഇല്ല. ഹസ്ബൻഡ് പ്രത്യേകിച്ചും കൗൺസിലിങ്ങിനോ ഇങ്ങനത്തെ ഒരു കാര്യത്തിനും വരൂല. അവിടെ നമ്മൾ എന്ത് ചെയ്യും സർ? അവർക്ക് കൗൺസിലിംഗ് അയാൾ തരാൻ പറ്റില്ലെങ്കിൽ കൗൺസിലിംഗ് പോകണമെന്നല്ല. നമ്മളെ കുടുംബത്തിൽ എത്ര ആളുകൾ ഉണ്ടാവും, അവരെ കുടുംബത്തിൽ മുതിർന്ന ആളുകൾ ഉണ്ടാവും ഈ ഒരു അവയർനെസ്സുമായിട്ട്, അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ എത്ര, അങ്ങനത്തെ ആളുകൾ ഈ കേസ് അവരെ ഏൽപ്പിക്കുക. എന്നിട്ട് അവരോട് പറയാ ഇന്ന ആൾക്ക് കൗൺസിലിംഗ് തയ്യാറല്ല, പക്ഷെ ഇപ്പോഴത്തെ കുടുംബത്തിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. പക്ഷെ അതേ സമയത്ത് ഈ ഒരു അയാൾ കൗൺസിലിംഗ് വരാൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും വൈഫ് ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറായാൽ പോരെ, കുറെയൊക്കെ റെഡി ആവില്ലേ? ഇയാളുടെ വാശികൾ കുറച്ചൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ലൈഫ് നല്ല രീതിയിൽ പോയിക്കൂടെ? വൈഫും അതേപോലെ വാശി കൊണ്ടു നടക്കുന്നത് കൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ അവരോട് സംസാരിച്ചു അങ്ങനെ. പക്ഷെ അവര് അഡ്ജസ്റ്റ് ആവുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ആളെ കൂടെ ജീവിക്കണ്ടെന്നാണ് പറയണത്. എങ്കിൽ പോലും മോന്റെ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ടെൻഷനും ഉണ്ട്. സാധാരണ നമ്മൾ പറയാറില്ലേ, രണ്ട് കൈ കൂട്ടി അടിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉള്ളത്. ഒരു കൈ അടിക്കാൻ ശബ്ദം ഉണ്ടാവോ? ഇല്ല. അപ്പോ ആ ശബ്ദം ഒരു കൈ തൽക്കാലം ഒന്ന് താഴ്ത്തി ശബ്ദമില്ലാതെ നിൽക്കുക. അപ്പൊ മറ്റേ ആളെന്താണ്, ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അയാൾ എന്താണ് ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് വരും. കാരണം പഴയതുപോലല്ല, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ പോവാം എന്നുള്ള ഒരു ചിന്താഗതി ഈ പറഞ്ഞ ഹസ്ബൻഡിന് വരും. കൂടെ ഒരു ഫാമിലി ലൈഫ് വേണം, മകനെ നല്ലോണം വളർത്തണം, അങ്ങനെ ചിന്ത ഓട്ടോമാറ്റിക് ആയിട്ട് ഒരാളെ മനസ്സിൽ വരും. ഓക്കെ സർ. താങ്ക് യു. ഓക്കെ, ഇന്നത്തെ തെറാപ്പി ഇനി എന്തെങ്കിലും കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു തെറാപ്പി കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞ ചില പ്രശ്നബാധിത മേഖലയുമാണ് നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ അല്ല. എന്നെ ബേസ് വെച്ച് നമ്മൾ മറ്റുള്ള തെറാപ്പികളെ പോലെ ഒരു ഇത് ഉപയോഗിക്കാറില്ല. എങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ട്രൈ യുവർ ബെസ്റ്റ് എന്ന് പറയാം. സാർ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാർ ഇപ്പം ഗസ്റ്റാൾഡില് നമ്മൾ പറഞ്ഞത് ആൻസൈറ്റിനെ കുറിച്ചായിരുന്നല്ലേ? അത് മറ്റ് ഏതൊക്കെ ഡിസോർഡേഴ്സിനാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത്? ബോർഡർ ലൈനിനെ പറ്റുമോ? ബോർഡർ ലൈൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ ഇമോഷൻ പ്രകടിപ്പിക്കുന്നത് ബോർഡർ ലൈനാണല്ലോ. ബോർഡർ ലൈനിൽ പറ്റും. അതേപോലെ തന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റിയിൽ നമുക്ക് ഇത് പറ്റും. ആൻസൈറ്റി ആണോ? ആൻസൈറ്റിയുടെ ഫസ്റ്റ് ഒക്കെ ഇപ്പം ഇവര് സ്വയം സംസാരിക്കണൊക്കെ രീതിയിലാവുമ്പോൾ ചിലപ്പോൾ നമുക്കത് രണ്ടും കൂടെ ഒരു ഡൗട്ട് വരില്ലേ, ഇത് ആൻസൈറ്റി തന്നെയാണോ ബോർഡർ ലൈൻ? അതെ, അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അയാൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയില്ല. ആൻസൈറ്റി ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ, ഇനി ഫാമിലി ഇഷ്യൂസ് ആണോ, അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതിനുശേഷമാണല്ലോ സാധാരണയായിട്ട് നമ്മൾ തെറാപ്പിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ പോവുക. ആദ്യം നമ്മൾ MSc റെഡിയാക്കുന്ന സമയത്ത് അയാളെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ തെറാപ്പി സെഷനിലേക്ക് പോകുന്നത്. ആ തെറാപ്പിയിലാണ് നമ്മൾ വിചാരിക്കുന്നത് എന്ത് തെറാപ്പിയാണ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഡയഗ്നോസിസ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താണോ അതിൽ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചാണ് തെറാപ്പികൾ കൊടുക്കുക. എനിക്ക് തോന്നുന്നു ബോർഡർ ലൈൻകാര് അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നു. ഇല്ല, നമ്മളിപ്പോ പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെങ്കിൽ എന്താണ് ഒരു പോസിബിലിറ്റി ചാൻസസ് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി
സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? സാറേ ഒരു കാര്യം Yeah. ചോദിച്ചോട്ടെ. നമ്മള് പറഞ്ഞോളൂ. കൂടുതൽ കേസിലും CBT ആണോ അപ്ലൈ ചെയ്യുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ CBT ആണ്. ഞാൻ ആ ടൈപ്പ് കൂടുതൽ ഉപയോഗിക്കുന്നത്. CBT അല്ലെങ്കിൽ DBT, ഇത് രണ്ടുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ CBT കുറച്ചുകൂടി സിമ്പിൾ ആണ്, നമുക്ക് ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ തിയറീസും കാര്യങ്ങളും വളരെ സിമ്പിൾ ആണ്. പക്ഷെ കുറച്ച് കുറച്ച് ടെക്നിക്സ് ടൂൾസുകളാണ് കൂടുതലായിട്ട് അതിലുള്ളത്. അപ്പൊ ഒരു പ്രശ്നം വന്നെന്നുള്ളവർക്ക് എവിടെ നിന്നാന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ മറ്റുള്ളത് പോലെ അല്ല. ഓക്കെ സാർ, ശരി, താങ്ക് യു. CBT കൂടാതെ DBTയോ പറഞ്ഞേ ഇപ്പോ? അതെ, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി. ഡയലക്റ്റ്. ഓക്കെ സാർ, താങ്ക് യു. 60-70 തെറാപ്പികൾ ഉണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഏകദേശം ഒരു 15 തെറാപ്പി നമ്മൾ ഇവിടുന്ന് പോയിട്ടില്ലേ സാറേ? 10 തെറാപ്പിയിൽ കൂടുതൽ നമ്മളിപ്പോൾ ഓൾറെഡി ഫ്രീ വെബിനാർ ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വിമ്പിൾ അക്കാദമിയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ, യൂട്യൂബിൽ നിങ്ങൾ വിമ്പിൾ അക്കാദമി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് ഉണ്ടാകും. അതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമ്മളെടുത്ത ഈ തെറാപ്പിയുടെ നോട്ട്സും നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, നിങ്ങൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്നത് ഏറ്റവും നല്ല മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ്. നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്നും സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും, കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ടാവും. ബട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴാണ് സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഫ്രം സ്റ്റാർട്ടിങ് മുതൽ, നേരത്തെ ഇവിടെ സാറ് പറഞ്ഞില്ലേ MSc എടുക്കുന്നത്, കേസ് ഹിസ്റ്ററി തന്നെ MSc തയ്യാറാക്കുന്നിടത്ത് പാളിപ്പോയാൽ പോലും അവിടെ നിന്ന് അങ്ങോട്ട് കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അല്ലെങ്കിൽ MSc തയ്യാറാക്കുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് അയാൾക്ക് എന്ത് തെറാപ്പി കൊടുക്കണം എന്ന് പോലും പലപ്പോഴും നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. അപ്പോൾ അത് ഏറ്റവും മനോഹരമായിട്ട് ഓരോ സ്റ്റെപ്പും നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. ഇനിയും നമുക്ക് ഇത്തരത്തിൽ സെഷനുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് മറ്റൊരു തെറാപ്പിയുമായിട്ട് നിസാബ് സാറ് വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ നിസാബ് സാറിന്റെ ഒരു സ്റ്റുഡൻസ് കൗൺസിലിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു സെഷൻ നമ്മൾ ഫെബ്രുവരി 10-11 തീയതികളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യപ്പെടുന്നവർക്ക് പങ്കെടുക്കാം. അതിൽ സ്റ്റുഡൻസ് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായിരിക്കും നമ്മൾ ആ 2 days നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ CBTയുടെ അടുത്ത ബാച്ച് ഫെബ്രുവരി 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 11th ബാച്ച്. 10th ബാച്ച് അഡ്മിഷൻ ക്ലോസ്ഡ് ആയി. അത് നമ്മൾ ഫെബ്രുവരി 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 15 മുതൽ 11th ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യപ്പെടുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നാളെ 8:30 നമ്മൾ സെക്ഷുവൽ നാർസിസം ഇൻ NPD എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ ഡിസ്കഷൻ ഫ്രീ വെബിനാർ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ചൊവ്വാഴ്ച 8:30 കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് തെറാപ്പി സ്കിൽസുമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്രീ വെബിനാർ ഉണ്ടാകും. നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ നിസാബ് സാറിന് എല്ലാവിധ സന്തോഷങ്ങളും, അതേപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് വളരെ സന്തോഷത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാനം വരെ ഇവിടെ തുടരുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. Thank you, sir. Good night, sir. Thank you.